മഞ്ജുവാരന് മാത്രമേ ഉള്ളൂ നാച്ചുറലി മാറിയത്, ബാക്കി എല്ലാവരും സൗകര്യം. നിങ്ങൾക്ക് ഇത് ചെയ്താൽ മതി. ഇത് ചെയ്തിട്ട് നോസ് ജോബ് ഗോൺ റോങ് എന്നാണ് ഏറ്റവും കൂടുതൽ കമന്റ് വന്നേക്കുന്നത്. ഞാൻ ചെയ്ത സർജറി 3 ലക്ഷത്തിന്റെ സർജറിയാണ്. പക്ഷെ അത് 77% വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴാണ് ഈ മുടിവെട്ട് ഏറ്റവും കിട്ടില്ലാവുന്നത്. അത് കഴിഞ്ഞ് വെട്ടിക്കരുത്. ഒരു ബാർബർ അയാളുടെ 77% വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഈ മുടി ഏറ്റവും സൂപ്പർ. എളുപ്പം മൂക്കി തന്നെ ഉണ്ട് 5 വ്യത്യാസം ഒന്നും. അപ്പൊ അത് കറക്റ്റ് ചെയ്യണം. വല്ലതും മനസ്സിലാവുന്നുണ്ട്? വെറുതെ ഇരുന്ന് മനസ്സിലായില്ല. നീ പറഞ്ഞോ. നിന്റെ മോന്തര ഉത്തരക്കടലാസാണ്, കണ്ടമാനം കറക്ഷൻ ഉണ്ടായിരുന്നു. അതിപ്പോ സിദ്ദീഖ് പറഞ്ഞു അവനാ സൗന്ദര്യം കൂടുതലെന്ന്. ഞാൻ പറഞ്ഞു എനിക്കാ സൗന്ദര്യം. ബ്രിട്ടാസിന്റെ ലൈവിൽ തൂക്കിക്കളഞ്ഞ പുള്ളി. ഇയാള് വളഞ്ഞിരിക്കുന്നതൊക്കെ ശരിയാക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൻ സർജറിക്ക് വേണ്ടി പാൻറ് വരും. ഇതും ഇനി അടുത്ത എപ്പിസോഡ് എല്ലാവരും മുഴുവൻ നിന്റെ എപ്പിസോഡാണോ? നിനക്ക് അവസാനം ജോൺ. അപ്പൊ എന്റെ സൗന്ദര്യം ഓക്കെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വിറ്റ് ടോക്സ്. ഗായ്സ്, നിങ്ങൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തുന്ന ആ ചോദ്യത്തിന് ഉത്തരം ഒരു എപ്പിസോഡായിട്ട് ഞങ്ങൾ തരികയാണ്. സോ വെൽക്കം ടു എപ്പിസോഡ് സൗന്ദര്യം ഒരു ശാപമാണോ? ശാപമാണ്. ഓക്കെ, നമുക്ക് കഴിഞ്ഞ 2 എപ്പിസോഡിന് മുമ്പ് ദീപു ഒരു വലിയ ഗ്യാപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ തൊട്ട് ആൾക്കാർ ദീപു തിരിച്ചു വന്നതിനെ പറ്റി അല്ല ചോദിച്ചത്. അയ്യോ ദീപകിന്റെ മുഖത്ത് എന്ത് പറ്റി, അയ്യോ ദീപകിന്റെ മൂക്കിന് എന്ത് പറ്റി, ദീപകിന്റെ മുഖത്ത് എന്താ പ്രശ്നം, വ്യത്യാസമുണ്ടല്ലോ. ആ ഒരു സാധനം കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാനും അനീസിക്കും പ്രത്യേകിച്ച് ആ കമന്റ്സ് ഒക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഞങ്ങളിത് തമ്മിൽ ഡിസ്കസ് ചെയ്യും. കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്നുള്ളത്. ആൻഡ് ദീപക് എസ്പെഷ്യലി കമന്റ്സിൽ അങ്ങനെ എൻഗേജ്ഡ് ആവില്ല. കാരണം ദീപകിന് വർക്ക് പ്രഷർ ഉള്ളതാണ്. ജോൺ ജോ മടിയായതുകൊണ്ടാണ് എൻഗേജ് ചെയ്യാറ്. ജോൺ ജോക്ക് വേണ്ടിയിട്ട് ജോൺ ജോയുടെ വൈഫ് ജോൺ ജോയ്ക്ക് കമന്റ് ചെയ്ത് കളിക്കാൻ സമയമില്ല. ജോൺ ജോ ഇപ്പൊ ബമ്പർ ആരെങ്കിലും ജോൺ ജോയെ ഒന്ന് കുറ്റം പറഞ്ഞു നോക്കുക കമന്റ് സെക്ഷനിൽ. അപ്പോ ജോൺ ജോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഐഡിയ 2-3 ഐഡിയ ഫേക്ക്. അപ്പൊ ശരി, നമുക്ക് ആദ്യം ടോപ്പിക്കിലേക്ക് തിരിച്ച് എന്നിട്ട് ജോണിലേക്ക് മടങ്ങിപ്പോകാം. ദീപു, ഞങ്ങൾക്ക് ശരിക്കും വലിയ വ്യത്യാസം തോന്നിയായിരുന്നു. നീ ഒരു ചെറിയ സർജറി കഴിഞ്ഞെന്ന് എനിക്കറിയാമായിരുന്നു, എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷെ ഞങ്ങൾ ആരും അയ്യോ നിന്റെ മുഖത്ത് വ്യത്യാസം ഒന്നും തോന്നില്ല. പക്ഷെ നമ്മുടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് തിരിച്ചത്. ഇനി പറയും എന്താണ് നിന്റെ മുഖത്ത് സംഭവിച്ചത്? അപ്പൊ എനിക്കാണെങ്കിൽ മൂക്കിന്റെ അകത്തൊരു ഡീവിയേഷൻ ഒരു ഡീവിയേഷൻ ഉണ്ടായിരുന്നു. അത് കുറെ നാളായിട്ട് പറയുന്നുണ്ട് സർജറി വേണം എന്നുള്ളത്. രക്ഷിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ എനിക്കിപ്പോ ചെറുതായിട്ട് ഞാനാണെങ്കിൽ ഒന്ന് ബാംഗ്ലൂർ പോയപ്പോ എനിക്ക് കുറച്ച് ഇവിടെ നോക്കുമ്പോ എന്റെ മൂക്ക് അങ്കിടും ചെരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നോക്കാതെ ഞാൻ പറയട്ടെ ഡീവിയേറ്റ്. അപ്പൊ ഇനിയൊന്നും ചെയ്യാൻ പറ്റൂല ഇവിടെ. അപ്പൊ എനിക്കിങ്ങനെ അപ്പൊ നോസ് കാണിക്കുമ്പോ ഡോക്ടർ പറയുന്നുണ്ട് ഇതൊരു ഡീവിയേഷന്റെ പ്രശ്നമാണ്. പിന്നെ എനിക്ക് ഈ ഉറങ്ങുമ്പോ ചെറുതായിട്ട് കൂർക്കം വലിയും. കൂർക്കം വലിക്കുന്ന നമ്മുടെ മൂക്കിന്റെ ബേസിക്കലി നമ്മൾ ഉറങ്ങുമ്പം നമുക്കൊരു എനിക്കാണെങ്കിൽ ഇപ്പൊ ഈ ഒരു സർജറി ചെയ്തതിനു ശേഷം ഉറക്കമൊക്കെ നല്ലപോലെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എനിക്ക് ഒരു നോസ്ട്രിൽ ക്ലോസ്ഡ് ആണ്, വളഞ്ഞു ക്ലോസ്ഡ് ആയിരുന്നു. നേരത്തെ അങ്ങനെയായിരുന്നു. അപ്പൊ എന്ത് പറ്റുന്ന നമ്മൾ ഉറങ്ങുമ്പം നമ്മൾ ആക്ച്വലി ഒരു ഓൾട്ടർനേറ്റ് നേസൽ ബ്രീത്തിങ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ 15 സെക്കൻഡ് എന്തോ നമ്മൾ ഒരു നേസൽ വെച്ചാണ് വലി. നോസ്ട്രലിനാണ് പ്രിഡോമിനന്റ്, പിന്നെ മറ്റേതിലാണ് പ്രിഡോമിനന്റ്. അപ്പോൾ മറ്റേതിലോട്ട് മാറുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ മൗത്ത് ബ്രീത്തിങ് ചെയ്യുന്നത്. അതാണ് നമുക്ക് സ്നോറിങ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് രാവിലെ എഴുന്നേക്കുമ്പോൾ എൻ്റെ തൊണ്ട ഭയങ്കര ഡ്രൈ ആണ്. കാരണം ഞാനാണെങ്കിൽ വാ കൊണ്ടാണ് ബ്രീത്ത് ചെയ്യണത്. നിങ്ങൾക്ക് ഇത് ചെയ്താൽ മതി. ഇത് ചെയ്തിട്ട് അതെ അതെനിക്ക് വരൂലായിരുന്നു. നിനക്ക് പ്രാണായാമം ചെയ്യാൻ പറ്റില്ലായിരുന്നു. പ്രാണായാമയിൽ ഇത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എനിക്ക് ഇതുവരെ ബ്രീത്തിങ് ഇല്ലായിരുന്നു. ഒരു സൈഡിൽ കൂടെയാണ് മേജർലി ബ്രീത്തിങ് നടന്നുകൊണ്ടിരുന്നത്. എനിക്കത് നടന്നിരുന്നില്ല. ഓക്കെ, അപ്പൊ എനിക്കിങ്ങനെ മൗത്ത് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് ജോലിയിൽ കുറച്ച് സീനായിരിക്കുകയായിരുന്നു 2 മാസം മുമ്പേ. അവരെന്നെ പറഞ്ഞു വിടുമല്ലോ എന്നുള്ള. അപ്പൊ എനിക്ക് ഇൻഷുറൻസ് തീരുന്നതിന് മുമ്പ് ഈ സാധനം ചെയ്യാൻ വേണം. കാരണം ഇത് ഞാൻ ജോലിക്ക് കയറുന്നതിന് മുമ്പേ ഞാൻ ഇവിടെ ലൂഡിൽ ചെയ്യാൻ പോയതായിരുന്നു. അപ്പോൾ അവർ 70,000 80,000 എന്താ പറഞ്ഞത് സർജറിക്ക്. ഇത് പക്ഷെ അന്ന് എനിക്ക് എൻ്റെ തൈറോയിഡ് ഹോർമോണിൻ്റെ എന്തോ ഒരു റീഡിങ് ഭയങ്കര കൂടുതലായിരുന്നു, ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ജോലി കയറി. പിന്നെ എനിക്ക് ജോലിയിൽ നിന്ന് ഇറങ്ങണം മുമ്പേ ഇൻഷുറൻസിൽ ഇത് കവർ ചെയ്ത് ഈ സർജറി ചെയ്യണം എന്നുണ്ടായിരുന്നു.
അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ ഒരു ഡോക്ടറിനെ പോയി കണ്ടപ്പം അയാൾ പറഞ്ഞു ശരിയാണ് അവര് വർക്ക്ഷോപ്പിലെ കൊണ്ടുപോയി കാണിക്കേണ്ടിയിരുന്നു എൻഡോസ്കോപ്പി ചെയ്ത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്റെ ഗേൾ ഫ്രണ്ട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ മൂക്കിന്റെ അകത്തുള്ള സെപ്റ്റോപ്ലാസ്റ്റി എന്ന് പറയും. പുള്ളിക്കാരി പക്ഷെ വളച്ചതാ സെപ്റ്റോപ്ലാസ്റ്റി നമ്മുടെ മൂക്കിന്റെ അകത്ത് ഇതാണ് സെപ്റ്റം, ഇതിന്റെ മുകളിലത്തെ റൂഫാണ് നമ്മുടെ മൂക്ക്. ഓക്കെ, ഇത് ആണ് നിങ്ങളുടെ നേസൽ പാസേജ്. ഇത് ബ്ലോക്ക്ഡ് ആണെങ്കിൽ ഇതാണ് 2 നോസ്ട്രിൽ ഇരിക്കുന്നത്. ഇത് ബ്ലോക്ക്ഡ് ആണെങ്കിൽ ഇവിടുത്തെ കാർട്ടിലേജ് ബോണ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇത് സ്ട്രേറ്റ് ആവും, നേരെയാവും. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരി ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്, ഇത് ചെയ്യണം എന്നുള്ള സാധനം പറഞ്ഞായിരുന്നു. പക്ഷെ നീ ബാംഗ്ലൂർ ചെയ്യണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഇവിടെ ചെയ്താൽ മതിയായിരുന്നില്ലേ? പക്ഷെ എനിക്ക് അവിടെയല്ലേ ജോലി, അവിടെ എനിക്ക് ക്യാഷ്ലെസ് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ. അപ്പൊ മണിപ്പാലിൽ ക്യാഷ്ലെസ് സാധനം. അപ്പൊ ഞാനങ്ങനെ മണിപ്പാലിൽ അവിടുത്തെ ഡോക്ടർ പോയി കണ്ട്. മണിപ്പാലിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഒരു സാധനം കൂടെ എനിക്ക് ഇപ്പോഴാണ്, അതായത് നമ്മൾ എടുക്കുന്ന റൂം അനുസരിച്ചിട്ടാണ് റേറ്റ് മരുന്നിന്റെ. നീ ഇപ്പൊ വാടി കിടന്നിട്ട് ഇത് ചെയ്യണമെങ്കിൽ ട്രീറ്റ്മെന്റിന് എല്ലാത്തിനും നേഴ്സിംഗ് ചാർജ് എല്ലാം വ്യത്യാസമുണ്ട്. നീ AC റൂമിൽ കിടന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച്. അപ്പൊ എനിക്ക് സിംഗിൾ AC റൂം കിട്ടിയിരുന്നു എന്റെ ഇൻഷുറൻസ് വെച്ചിട്ട്. അതാണ് അത്ര ആയത്. ഞാൻ ചെയ്ത സർജറി 3 ലക്ഷത്തിന്റെ സർജറിയാണ്. ചെക്കനായിട്ട് കാറ് മേടിക്കായിരുന്നു, എന്റെ കയ്യിൽ നിന്ന് ഒരു 30,000 പോയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഇൻഷുറൻസ് കവർ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. കൺസ്യൂമബിൾ, പഞ്ഞി, മറ്റേ ഗ്ലൗസ് അല്ല, നമ്മളിടുന്ന ഡ്രസ് ഗൗൺ 1500. ഇൻഷുറൻസിന് അങ്ങനത്തെ ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സമ്മതിക്കില്ല, അവർക്ക് ബാക്കിൽ നിന്ന് ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന. അപ്പോൾ ഞാനിങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി, ഞാൻ പറഞ്ഞു ഈ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം തന്നെ ഇത് ക്യാഷ്ലെസ് നടക്കൂലേ, കാരണം എനിക്ക് ഇൻഷുറൻസ് തീരണ മുമ്പേ ചെയ്യണം, അല്ലെങ്കിൽ ലൂഡ്യം ഒന്നും ചെയ്താൽ പോരെ. ബാംഗ്ലൂരിൽ ഇതല്ലാതെ ഞാൻ 150, 160 അങ്ങനെ എന്താ പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞ് ഇയാൾ ഓക്കെ അങ്ങനെ ഞാൻ പറഞ്ഞു ഇൻഷുറൻസ് ഇത് ചെയ്യണം, പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇയാളെ പോയി കണ്ട ഒരു മൺഡേ ആണ് നമ്മൾ CT എടുത്തു. അത് കഴിഞ്ഞ് വേണമെന്ന് കൺഫേം ചെയ്തു. എനിക്ക് കുറച്ചുകൂടെ ഒരു സർജറിയുടെ ആവശ്യം എനിക്ക്. അപ്പം നമ്മുടെ മൂക്കിൻ്റെ അത് ഈ ടെർബിനേറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അല്ല, ഇത് സത്യം പറഞ്ഞ ഈ ഒരു എപ്പിസോഡ് ഇതുവരെ മെഡിക്കൽ സ്റ്റുഡൻസിന് അതെന്ന് വെച്ചാൽ നമ്മുടെ ഈ മൂക്കിൽ കൂടെ നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ നമ്മുടെ മൂക്കിനെ മോയിസ്റ്റ് ഈ കുറച്ച് ഫിൽട്ടർ ചെയ്യുന്ന ഒരു സാധനമാണ്. അതെന്ത് പറ്റുന്ന പറഞ്ഞാൽ നമ്മളിങ്ങനെ പെട്ടെന്ന് കറക്റ്റ് ചെയ്യുമ്പം, അപ്പം നമ്മൾ ഒരു നോസ്ട്രിൽ യൂസ് ചെയ്യാത്തതുകൊണ്ട് അവിടുത്തെ സാധനം അത്ര ഡെവലപ്ഡ് അല്ല. അപ്പൊ അത് കറക്റ്റ് ചെയ്യണം. മനസ്സിലായില്ല. അപ്പൊ അതിന്റെ ഒരു കറക്ഷനും കൂടെ ചെയ്യണം എന്ന് പറഞ്ഞ്. അപ്പൊ അത് രണ്ടും നിന്റെ മോന്തര ഉത്തരക്കടലാസാണ്, കണ്ടമാനം കറക്ഷൻ ഉണ്ടായിരുന്നു. ഡോക്ടർ നോക്കിയിട്ട് ഡോക്ടർ എങ്ങനെയാ നോക്കിയെന്നറിയോ, ഇവന്റെ മോന്ത നോക്കി, അത് കഴിഞ്ഞിട്ട് ആളുടെ EMI നോക്കി, ഈ മാസം എത്ര ഉണ്ട്, ഓക്കെ നിന്റെ വളവൊന്ന് ശരിയാക്കണം, അത് കഴിഞ്ഞിട്ട് ഈ സൈഡിൽ ഇത് കുറച്ച് ശരിയാക്കണം. ഞാൻ ഇത് വായിച്ചപ്പോ കറക്റ്റ് ആണ്, ആൾക്കാർ ചെയ്യും. അപ്പൊ അതായി, ഇത് ശരിയാക്കണം, എന്റെ സെപ്റ്റം ശരിയാക്കണം. അങ്ങനെ പിന്നെ ഇയാൾ പറഞ്ഞ് മൂക്കിന്റെ പുറത്തൊരു വളവുണ്ടല്ലോ, അതും കൂടെ നമുക്ക് ശരിയാക്കാം, ഇൻഷുറൻസിൽ കവർ ചെയ്യാൻ എന്തായാലും ഫങ്ഷണൽ റൈനോപ്ലാസ്റ്റി. ഇയാള് വളഞ്ഞിരിക്കുന്നതൊക്കെ ശരിയാക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൻ സർജറിക്ക് വേണ്ടി പാൻറ് വരും, ഇതും എന്നാ പിന്നെ ഇതും കൂടി കുറെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇൻഷുറൻസിൽ കവർ ചെയ്യണേ ചെയ്തോ. അങ്ങനെയാണല്ലോ, നമ്മള് മിഡിൽ ക്ലാസ് ആണല്ലോ, അല്ല മൈൻഡ് സെറ്റ് മിഡിൽ ക്ലാസ് ആണല്ലോ. അല്ല, അതിലൊന്നും ഒരു തെറ്റും പറയാൻ പറ്റില്ല, കാരണം ഇവിടെ ലൂർദിൽ ചെയ്യുന്നതിനേക്കാളും കോസ്റ്റ് കുറവാണ് നിനക്ക് വന്നേ. പക്ഷെ ഞാൻ ഇതിന്റെ ബാക്കി കഥയും കൂടെ കേൾക്കും. അതെ, അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ശരി, ഇൻഷുറൻസ് കവർ ചെയ്യണ ചെയ്തോളാം പറഞ്ഞു. അങ്ങനെയാണല്ലോ നമ്മുടെ എന്തായാലും സിമെട്രിക് ആക്കിയാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കുമല്ലോ, ഞങ്ങൾ ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ പക്ഷെ ഞാനത് കൂടുതൽ ചിന്തിച്ചില്ല. ഞാനാണെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ചോദിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ സർജറി കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി സെപ്റ്റോപ്ലാസ്റ്റി മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആക്ച്വലി 3 ദിവസം കഴിഞ്ഞാൽ അവർ പാക്കിംഗ് എടുത്ത് മാറ്റി പിന്നെ ചില്ലാണ്. അപ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും കഞ്ചം വന്ന് ഈ സർജറി ഭയങ്കര ചില്ലാണ്, 1 ദിവസം റെസ്റ്റ് എടുക്കണം, പിന്നെ 3ാമത്തെ ദിവസം തൊട്ട് ചില്ലാണെന്നുള്ളതാണ് പറഞ്ഞത്. ഞാൻ പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ 7 ദിവസം പാക്കിംഗ് കൊണ്ട് നടക്കുകയായിരുന്നു. പിന്നെ എനിക്ക് ഇൻഫെക്ഷൻ, എനിക്കിപ്പോഴും നീര് പറഞ്ഞിട്ടില്ല, ഇപ്പോഴും ഞാനാണെങ്കിൽ എൻ്റെ അകത്ത് ഇൻഫെക്ഷൻ വരുന്നുണ്ട്, അങ്ങനെയുള്ള പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കോസ്റ്റിൻ്റെ കാര്യത്തിൽ ലാഭം ഉണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഹെൽത്ത് വൈസും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെ
ഇപ്പൊ പ്രശ്നമല്ല, പക്ഷെ എന്നാലും എനിക്ക് നീര് മാറിയിട്ടില്ല. എനിക്ക് തൊടുമ്പോഴും വേദനയുണ്ട്. എനിക്ക് ഇങ്ങനെ മോഹം കരുവ പെട്ടെന്ന് വെള്ളമൊക്കെ അടിക്കുമ്പോൾ കുറച്ച് കളിമണ്ണ് കിട്ടിയ ദീപാകും ഇങ്ങനെ വെച്ചിട്ട് നേരെയാകണമെന്ന് എനിക്കെന്നെ തോന്നുന്നുണ്ട്. ചളിക്കുന്നുണ്ട് ഇങ്ങനെ. ഓക്കെ. അപ്പൊ ഞാനാണെങ്കിൽ ഇത് കഴിഞ്ഞപ്പം അത് കഴിഞ്ഞിട്ട് ഇത് അപ്രൂവ് ആയി, ഇൻഷുറൻസ് അപ്രൂവ് ആയി. അങ്ങനെ ഞാൻ സർജറി കഴിഞ്ഞ് ഒക്കെ ഇരുന്ന് ഞാൻ പിന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ ഇവിടെ ഒരു ഡിസ്കളറേഷൻ പോലെ ഇരിക്കണം. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഇവിടെ എന്താണ് എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്, കാരണം അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ മറ്റേത് മാത്രം ശരിയാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരി. അത് ഞാൻ പറഞ്ഞു പക്ഷെ അതങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല അല്ലെങ്കിൽ നേരത്തെ മൂക്ക് ഭയങ്കര വൃത്തിയോടായിരുന്നു ഇതായെന്നുള്ളത് പറഞ്ഞു. അപ്പൊ പുള്ളി ഈ പറഞ്ഞ താജ്മഹലൊക്കെ പണി തെളിയിച്ചിട്ട് പക്ഷെ ഈ ഒരു റേഷ്യോ ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര മോശമായിരിക്കും അല്ലേ? അതിലേക്ക് ഞാൻ വരാം ഈ വിഷയം കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ എനിക്ക് അങ്ങനെ, കാരണം പുള്ളി മൂക്ക് നേരെയാക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മറ്റേ കോസ്മെറ്റിക് സർജറി മൂക്ക് വേണ്ട. ഇപ്പൊ മഞ്ജു വാര്യറിന്റെ ഒക്കെ മൂക്കൊരു പേര് പറയാൻ പാടില്ല. പിന്നെ എല്ലാവരുടെയും ഇപ്പോഴത്തെ സിനിമാ നടിമാരെല്ലാരും ഒരൊറ്റ മുഖമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബോളിവുഡ് അല്ല, നമ്മുടെ ഇവരും ഏകദേശം ഒരു വലിയ പേരിങ്ങനെ സംയുക്തയും സമന്ത. അങ്ങനെയല്ല, ഇവർ രണ്ടുപേരും ഒരേ സർജറി കയറി ഇറങ്ങി പോയി പോലെ ഇങ്ങനെയല്ല. 10 കൊല്ലത്തെ ഫോട്ടോ എടുത്തിട്ട് ഇതുവരെ നമ്മള് മുടി വെട്ടുമ്പം മറ്റേ ആളുടെ കാണിച്ചിട്ട് വെട്ടണം എന്ന് പറഞ്ഞാൽ അവര് കറക്റ്റ് ആയിട്ട് ചെയ്തു തരും. ശരിക്കും അതുപോലെ ഇരിക്കുന്നു. പക്ഷെ എന്തോ ഒരു മാത്രമേ നാച്ചുറലി മാറിയത്, ബാക്കി എല്ലാവരും ഇവർ ഈ സിമിട്രിയുടെ സാധനം ചെയ്യും, അതായത് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ, അപ്പൊ എല്ലാം അതിലാണ് ഇവര് ചെയ്യുന്നത്. അതായത് ഇങ്ങനത്തെ ഞാൻ മൂക്കിന്റെ കാര്യം പറഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴും ക്ലിയർലി അറിഞ്ഞുകൂടെ അയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ ഞാൻ അയാളുടെ അടുത്ത് പോയി പറഞ്ഞു ഇപ്പൊ വളഞ്ഞിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു അതൊരു നീര് കാരണമാണ്. അപ്പൊ നീര് കഴിഞ്ഞിട്ട് ഓക്കെ ആവട്ടെ, അത് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു ഫോളോ അപ്പ് ഉണ്ട്. അപ്പോഴെനിക്ക് ഇല്ല എനിക്ക് ബ്രീത്തിങ് ഭയങ്കര വ്യത്യാസമുണ്ട്. അത് അപ്പൊ ശരിയാക്കി കൺഫേം. അത് ശരിയാക്കി. പിന്നെ അത് പുള്ളി സൈഡിലെന്തോ പാച്ച് വർക്ക് ചെയ്തു, ഇത് ചെറുതാക്കി ലിഫ്റ്റ് ചെയ്തു, അങ്ങനെ എന്തൊക്കെ ലിഫ്റ്റ് ചെയ്തത് നീര് പോയാൽ താഴോട്ട് വരും എന്നാണ്, ലിഫ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അത് 2 ആഴ്ച കഴിഞ്ഞാൽ ശരിയാവുന്നുള്ളൂ. ലിഫ്റ്റ് ചെയ്തല്ലടാ, ഇവിടെ നിന്ന് നീര് വരുമ്പോ ഇങ്ങനെ പൊന്തി നിൽക്കണ്ടെന്നാണ് പറയുന്നത്. ചന്തിക്ക് ചെയ്യുന്ന പ്രൊസീജിയർ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ അത് ഇനി ഒന്നുകൂടെ പോയി ചെയ്യണം. അയാൾ പറഞ്ഞു ചെറുതായിട്ടൊന്ന് എന്നാലും കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുള്ളൂ. ഇതിങ്ങനെ ഇരുന്നാലേ ഒരു ബുദ്ധിമുട്ട്. എനിക്കതിന് പുള്ളി ഓടുമ്പോ നല്ലപോലെ അങ്ങനെ. പക്ഷെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ വന്നപ്പം ഞാൻ ചിന്തിച്ചു, അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ട് എന്റെ കൺസെന്റ് ഇല്ലാത്ത ചെയ്തൊരു പരിപാടി, കാരണം ഇയാൾ ശരിക്കും പ്ലാൻ ചെയ്യണ്ടേ. പക്ഷെ ഞാനും അങ്ങനെ ചോദിച്ചില്ല പുള്ളിയുടെ അടുത്ത്, അതും എന്റെ തെറ്റ്. അപ്പൊ എനിക്കാണെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് ചോദിക്കാം. വളരെ നേരെയൊക്കെ പറഞ്ഞ വളരെ നേരെയൊക്കെ കൂടുതൽ ഞാൻ പറഞ്ഞു കൊടുത്ത് ഇൻഷുറൻസ് കവർ ആണെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു. പുള്ളി ഇൻഷുറൻസിൽ കവർ ചെയ്യുന്ന എല്ലാ സാധനവും എടുത്തിട്ട് അതാണ് മുഖത്ത് വേറൊന്നും ഭാഗ്യം. പുള്ളി മൂക്കിന്റെ മാത്രം ആളാണ്. ഇട്ട് കൊടുക്കാൻ തീരുമാനിച്ചത്. ചെവിയൊക്കെ പുള്ളി ചോദിച്ചില്ലേ, മോനെ ചെവി ഒന്നും ഇങ്ങനെ വെക്കട്ടെ ഒന്നും ചോദിച്ചില്ല? ഇല്ല, അയാൾക്ക് എന്തോ ഒരു തൈറോയിഡിന്റെ സർജറി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് നിനക്ക് ചെയ്യണമെന്ന് ചോദിച്ചോ? എന്താ നോക്കട്ടെ, ഇനി 1 ലക്ഷം രൂപ കിടപ്പുണ്ട് ഇൻഷുറൻസിനകത്ത്. ഇൻഷുറൻസിന് ലിമിറ്റ് ഉണ്ടോ? ഒരു വർഷത്തിൽ ഒരു കാര്യം, നീ ഒരു ഓപ്പൺ ഹാർട്ട് സർജറി 6 ലക്ഷം നിൽക്കുന്നില്ല. ഇൻഷുറൻസ് അങ്ങനെ എല്ലാം അപ്രൂവ് ഒന്നും ചെയ്യൂല. ഇൻഷുറൻസ് ഇത് മിക്കവാറും അപ്രൂവ് ചെയ്യാറില്ല. ഇൻഷുറൻസ് എന്തോ ഒരു ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ ഗെയിം ചെയ്തിട്ടല്ല, ഞാനത് കണ്ടു. പുള്ളി ഫങ്ഷണൽ റൈനോപ്ലാസ്റ്റി എന്നാണ് ഇട്ടിരിക്കുന്നത്, അതായത് ഡീവിയേഷൻ ഭയങ്കര കൂടുതലാണ്. എന്നുവെച്ചാ ഇത് ശരിക്കും റൂഫാണ്, ഇത് മാറ്റിയില്ലേലും ചെറുതായിട്ട് എന്തോ ഒരു ഫങ്ഷണൽ നീഡ് ഉണ്ടായിരുന്നു, അതിലാണ് പുള്ളി ഇൻഷുറൻസ് ഒരു ഓട്ടിട്ട് കൊടുത്താൽ പോലെ ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നോസ് ജോബ് ഗോൺ റോങ് എന്നാണ് ഏറ്റവും കൂടുതൽ കമന്റ് വന്നേക്കുന്നത്. കറക്റ്റാണ്, ടെക്നിക്കലി നോസ് ജോബ് ആണ്. എനിക്കത് അക്സെപ്റ്റ് ചെയ്യണതിൽ ബുദ്ധിമുട്ട്. അത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇമോഷണലി ഒരു ബുദ്ധിമുട്ടുണ്ട്. അല്ല, പക്ഷെ അത് കാരണം പ്രൊസീജിയർ കഴിഞ്ഞാൽ ഇത്ര സമയം എടുക്കും റൈറ്റ്, അതൊന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട്.
അത് കഴിഞ്ഞാൽ ഓക്കെയാണ്. അയാൾ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞ 2 ആഴ്ചയിലെല്ലാം റെഡി ആവുന്നതാണ്. ഇപ്പൊ 2 മാസം ഇവരും റെഡി ആയിട്ടില്ല. ഇനി ചെല്ലും പറയും ഇനി ആൾക്കാർക്ക് കണ്ട് ശീലമായിക്കോളും, കുഴപ്പമില്ല. അതുമായിരിക്കും. അതും പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം. അതായത് ആൾക്കാർക്ക് കാണുമ്പോ പുതിയതായിട്ട് തോന്നുന്നതുകൊണ്ടാണ് അങ്ങനെ. ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ കോൾ എന്നെ നോക്കുമ്പോ വല്ലാതെ പറഞ്ഞു ഡോക്ടർ എന്ന് പറഞ്ഞു. വീഡിയോ കോളിൽ നിങ്ങൾ എന്തിനാ നിങ്ങളുടെ മുഖം നോക്കുന്നത്? അപ്പൊ കാരണം വീഡിയോ കോളിൽ താഴെ കൂടെ അല്ലേ നോക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ പുതിയ മനുഷ്യനാണ്. ഞാനാണെങ്കില് അതിൻ്റെ ഇടയ്ക്കാണെങ്കില് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു, അനന്തുവിന്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു November 9. ഇപ്പൊ ഞാനിപ്പോ കാരണം എന്റെ സർജറി November 4 എന്റെ മനസ്സിൽ 7 കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണല്ലോ, 3 ദിവസമല്ലേ എടുക്കുള്ളൂ. പിന്നെ ഞാൻ 9 ഇങ്ങനെ പാക്കിങ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ കഴിഞ്ഞ ദിവസം ആണെങ്കിൽ അവൾക്ക് എന്തോ ഒരു ഗിഫ്റ്റ് കൊടുത്തു. അപ്പോഴാണ് ഞാൻ ഗിഫ്റ്റ് ഇങ്ങനെ മേടിച്ച്, ചിലപ്പോൾ അൺകോൺഷ്യസ്ലി ആയിരിക്കും ഞാൻ മേടിച്ചെടുത്ത ഒരു പന്നിയാണ്. അപ്പൊ ഞാനിങ്ങനെ ഓ മൈ ഗോഡ്. അപ്പൊ കുഞ്ഞിങ്ങനെ നോക്കിട്ട് കുഞ്ഞിനെ നോക്കിട്ട് മാമ. അങ്ങനെ ആളുകള് പക്ഷെ ഇപ്പൊ ഇങ്ങനത്തെ ഈ ഡോക്ടറും ഇതേപോലത്തെ കുറെ സാധനങ്ങൾ ചെയ്യാറുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം എന്റെ കൂടെ സർജറിക്ക് ഇറങ്ങി വന്നവരൊക്കെ പുള്ളിയുടെ കൺസൾട്ടേഷൻ റൂമിൽ ചെന്ന് കഴിഞ്ഞാല് അല്ലെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിങ്ങനെ വളഞ്ഞിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അത് സർജറി കഴിഞ്ഞവരാ വരുമ്പോ ഇല്ല. ഇപ്പൊ കണ്ടിട്ടല്ലോ സാധാരണ ഉള്ള സ്ത്രീകളും അവരുടെ പിരികം ഭയങ്കര മുകളിലോട്ടാണ്, ഇങ്ങനെയാണ് ഇരിക്കണേ. ബോട്ടോക്സും നീത അംബാനിയുടെ ഒക്കെ പിരികം കണ്ടിട്ടില്ല, ഇങ്ങനെയാണ്. അത് ബോട്ടോക്സ് കണ്ണു തള്ളിയതാണ്. അത് പക്ഷെ ഒരെണ്ണം മാത്രമല്ല, എന്തോ കണ്ടു അത് ജനറലി ഇങ്ങനത്തെ ഒരു ഡോക്ടറിനെ പോയി കാണുവാണെങ്കിൽ അയാൾ ഇതുപോലെ പറയും നിങ്ങളുടെ ഒരു പിരികം ഇത് രണ്ടും ഈക്വൽ അല്ലല്ലോ, നമുക്ക് ഇവര് ഈ പ്രൊപ്പോർഷൻ പറയും നിങ്ങളുടെ ഫേസിന് ഇന്ന പ്രശ്നങ്ങൾ. അവരുടെ ജോലി അതല്ലേ, അവരങ്ങനെ പറയും നമ്മുടെ ജോലിയല്ലേ ഇത് വേണ്ടെന്ന് വെക്കാന്നുള്ളത്. ആ ബോധം ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞാൽ ചെയ്യൂലേ? ഇപ്പൊ ഫ്രീ ആയിട്ട് ഇപ്പൊ നിങ്ങൾ ഞാൻ ചെയ്യില്ല. ജോൺ ഇപ്പോഴേ ഭയങ്കര പെർഫെക്റ്റ് ആണല്ലേ? അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലേ? ഈ കളക്റ്റീവിലെ ഏറ്റവും വലിയ സുന്ദരൻ ഓഡിയൻസ് അത് കമന്റ് ചെയ്യണം. ഒരു 2 ആഴ്ച കഴിയട്ടെ നിങ്ങൾക്കറിയാം ഏറ്റവും സുന്ദരൻ ആരാണെന്ന്. അതെ, പേര് മാത്രം എഴുതി, അവന് തെറി വേണ്ട. ജോൺ പോൾ. ജോൺ സൗന്ദര്യവർദ്ധനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഞാൻ അല്ലാതെ സൗന്ദര്യവർദ്ധനത്തിന് വേണ്ടി വേറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നിനക്ക് അവസാനം ജോണിന്റെ അപ്പൊ എന്റെ സൗന്ദര്യം ജോണിന്റെ അവസാനം ആൾക്കാർക്ക് കാത്തിരിക്കുന്ന ഒരു സംഭവം. അത് കഴിഞ്ഞ അനീസിക്ക് ഉണ്ട്, ഞാനും ഉണ്ട്. റിൻഷാദൊക്കെ എന്തെന്ന് പറയാൻ സൗന്ദര്യം ഒരു ശാപമാണെന്നുള്ള ചോദ്യത്തിൽ ബ്യൂട്ടി കെയറിന് വേണ്ടി റിൻഷാദിന് ആകെയുള്ള ഒരു സൗന്ദര്യപ്പണക്കല്ലേ ജീവിതത്തിലോ നീ ഓർത്ത് വെച്ചിട്ടുണ്ടല്ലേ? നല്ല സാധനമായിരുന്നു. ഇത് എനിക്ക് പറഞ്ഞ ആദ്യം അടിച്ചത് സിദ്ദീഖ് ലാലും കൂടാ. പൊന്നും മോനെ, ഇതെന്റെ കൂട്ടുകാരൻ ഞങ്ങളുടെ കോളേജില് ഒരു കല്യാണം കൂടാൻ വന്നിട്ട് പറഞ്ഞതാ. ഇത് അങ്ങനല്ല, മറ്റേ മോഡല പുള്ളി സൗന്ദര്യപ്പിണക്കത്തിന് ഇങ്ങനെ പറഞ്ഞ ലാൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താ നിങ്ങൾ ബ്രിട്ടാസ് ചോദിക്കുമ്പോൾ ലാൽ ഇങ്ങനെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് അതൊരു ചെറിയ സൗന്ദര്യപ്പിണക്കമാണ്. അപ്പൊ ബ്രിട്ടാസ് ഇങ്ങനെ ഭയങ്കര എൻജോയ്മെന്റ് ഇങ്ങനെ ഇപ്പൊ കിട്ടുമെന്ന് വെച്ചിട്ട് അപ്പൊ സൗന്ദര്യപ്പിണക്കം പറയാൻ എന്താ? അതിപ്പോ സിദ്ദീഖ് പറഞ്ഞു അവനാ സൗന്ദര്യം കൂടുതലെന്ന്. ഞാൻ പറഞ്ഞു എനിക്കാ സൗന്ദര്യം കൂടുതൽ. ബ്രിട്ടാസിന് ലൈവിൽ തൂക്കിക്കളഞ്ഞു പുള്ളി. ആ സൗന്ദര്യപ്പിണക്കം ഞാൻ കേട്ട ഏറ്റവും കിട്ടില്ല കമന്റ് അതാവില്ലേ, സൗന്ദര്യപ്പിണക്കം ഞങ്ങൾ തമ്മിൽ ആരാ സൗന്ദര്യം എന്ന കാര്യത്തിൽ ആദ്യം ഒരു പിണക്കത്തിന് സൗന്ദര്യപ്പിണക്കം എന്ന് വിളിച്ച സൗന്ദര്യപ്പിണക്കം തന്നെ പറയുന്നത്. അറിയാമല്ലേ, ഇത് എന്റെ കൂട്ടുകാരൻ പറഞ്ഞ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിലെ ഒരു കല്യാണത്തിന് പോയി വന്നിട്ട് അവൻ വന്നിട്ട് പറഞ്ഞു ഈ 2 പേരുടെ പേര് പറഞ്ഞിട്ട് നമ്മുടെ ക്ലാസ്സിലത്തെ അല്ല കോളേജിലത്തെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം. അപ്പം വേഗം സ്റ്റേജിൽ പോയി നോക്കി വന്നിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഈ എയും ബിയും കല്യാണ പെണ്ണും ചെക്കനും ഇവര് തമ്മിൽ എന്തായാലും സൗന്ദര്യപ്പണക്കം ഉണ്ടാവില്ല. എന്താന്ന് വെച്ചാൽ 2 പേർക്കും സൗന്ദര്യമില്ല. അതെന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ സാധനം ഞാൻ നോക്കി നല്ല സാധനം. അവൻ ഭയങ്കര കാര്യമായിട്ട് എനിക്ക് ഇപ്പോഴൊരു സമാധാനമായി വന്നിട്ട് പറയാ ഇവര് തമ്മിൽ സൗന്ദര്യപ്പണക്കം ഉണ്ടാവില്ല. അപ്പൊ നമ്മള് എന്താ പറഞ്ഞു, നീ ബ്യൂട്ടി കെയർ എന്ന പേരിൽ എന്തൊക്കെയാണ് നീ ചെയ്യാറുള്ളത്? എനിക്ക് ഞാൻ കല്യാണം കഴിയണവരെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തു തരുന്നില്ല. കുളിക്കല് ഭയങ്കര എൻ്റെ ബ്യൂട്ടി കെയറിൻ്റെ കുറച്ച് ഇതിൽ പെട്ടതായിരുന്നു. എനിക്ക് എൻ്റെ സ്കിന്നൊക്കെ നല്ലതായിരുന്നു
ഒരു സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കരിങ്കണ്ണ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അന്നാണ്. ഒരുത്തൻ ഞങ്ങൾ ജിമ്മിൽ പോണ സമയത്ത് അവൻ്റെ അടുത്ത് പറഞ്ഞു ജോണിൻ്റെ സ്കിൻ നല്ലതാല്ലേന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ സ്കിൻ നല്ലതാണോ എന്ന് നോക്കി. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇവിടം തുടങ്ങി ഇവിടം വരെ ഇങ്ങനെ കറുത്ത കുത്തായിട്ടുള്ള പാണ്ട് പോലെ സാധനം. ഞാൻ പറഞ്ഞു രാകേഷ് എനിക്ക് ഇങ്ങനത്തെ ഒക്കെ കഴിവുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. മറ്റേ ചണങ്ങ് പോലെ ഇല്ലേ ആ സാധനം വന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വരണേ. ഇപ്പൊ രാകേഷിന്റെ മാർക്കറ്റ് കൂടുതൽ ഇനിയിപ്പോ ആൾക്കാർ രാകേഷിനെ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിക്കും. പുള്ളി ഇതുപോലെ വേറെ വല്ലതും പറഞ്ഞിട്ട് അല്ല ഞാൻ പറഞ്ഞിട്ട് ഇതുപോലെ ഒരു സാധനം ഉണ്ടായിട്ട് പിന്നെ അനിയൻ രഞ്ജിത്തിന്റെ കൂടെ ഞാൻ ഇങ്ങനെ പോവാട്ടാ. ഒരു ഞങ്ങളുടെ തൃശ്ശൂര് പോസ്റ്റ് ഓഫീസ് റോട്ടിൽ കൂടെ ഇങ്ങനെ പോവാ. അപ്പൊ അല്ല ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അല്ല ഞാൻ എന്റെ ബൈക്കിന്റെ പിന്നിലിരിക്കണേ. അപ്പൊ രഞ്ജിത്ത് ഞാനിങ്ങനെ ഇങ്ങനെ അവിടെ ഇത്തിരി ട്രാഫിക് ഒക്കെ ഉണ്ട് അങ്ങനെ പോകുന്നുണ്ട്. ഒരു പഴയ കൈനറ്റിക് ഹോണ്ട ഇല്ലേ പഴയ ഒരു വണ്ടി ഉള്ളത് ഭയങ്കര പോളിഷൊക്കെ ചെയ്ത പോലെ ഭയങ്കര തിളങ്ങിയിട്ട് പുത്തൻ വണ്ടി പോലെ ഒരു പ്രായമുള്ള ആൾ ഓടിച്ചു വരാം. രഞ്ജിത്ത് എന്ത് ഭംഗിയാ നോക്കിയ സാധനം എന്ന് പറഞ്ഞ വഴി ഒറ്റടി അതുമ്പോ വന്നിട്ടൊരു ഓട്ടോറിക്ഷ. അപ്പൊ രഞ്ജിത്ത് തിരിഞ്ഞെന്നെ നോക്കി ജോണ നീ എന്നെ ഇങ്ങനെ വല്ലതും പറയാറുണ്ടോ ചോദിച്ചു. ഇല്ലടാ നീ ഇത് അവിടെ പറയണ്ടാ നാട്ടില് ഇത് പേര് വീണിട്ടേ കരിങ്കണ്ണനാന്നുള്ളത് പറഞ്ഞപ്പോ തന്നെ വണ്ടി ഇടിച്ച്. അപ്പൊ നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് നീ എന്താണ് ചെയ്യുന്നത്? കല്യാണം കഴിഞ്ഞിട്ട് ആ സമയത്ത് എന്റെ ഭാര്യ എന്റെ അടുത്ത് പറഞ്ഞു ഗ്ലൂട്ടാത്തയോൺ കഴിച്ചാൽ ഭയങ്കര നല്ല സ്കിന്നിന് നമ്മളൊരു ജോണിന് ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് കണ്ടപ്പോ ഭയങ്കര റിസൾട്ട് ഉള്ള സാധനമായിരുന്നു. ഉണ്ടായിരുന്നു എനിക്കറിയുന്നല്ലേ. അല്ല അത് മറ്റേത് കിട്ടുന്നതിന്റെ ആയിരിക്കും അല്ലേ പറയാറില്ലേ അല്ലേ? കിട്ടുന്നില്ലല്ലോ, സന്തോഷം കിട്ടുന്നതിനായിരുന്നു. പ്രണയത്തിലുള്ള ഒരു മുഖത്തിന് തിളക്കം ആ തിളക്കം കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗ്ലൂട്ടാത്തയോൺ കഴിച്ചു തുടങ്ങി. ആ തിളക്കം ഡിമ്മായി പോയി തോന്നിയിട്ടുണ്ടാവും എന്റെ തിളക്കം കുറഞ്ഞോ. അങ്ങനെ ഗ്ലൂട്ടാത്തയോൺ ഞാൻ ഒരു സമയത്ത് കൃത്യമായിട്ട് കഴിച്ചായിരുന്നു. ഗ്ലൂട്ടാത്തയോണും വൈറ്റമിൻ സിയും കൂടി ഒരു കോമ്പിനേഷൻ ഒരു സാധനം വന്നായിരുന്നു. അത് ശരിക്കും നല്ല സ്കിൻ ഗ്ലോ ചെയ്യും എന്നുള്ളത് ഉള്ള സംഭവം. അതായത് ഞാൻ കഴിക്കാൻ മറക്കും ഭാര്യ പട്ടിക്കൊക്കെ നമ്മൾ മരുന്ന് കൊടുക്കണം. വേറെ നീ എന്താ ചെയ്യുന്നത്? ഗുളിക കഴിക്കലല്ലാതെ അതൊന്നും ചെയ്യില്ല. ഞാൻ മുടി തന്നെ എനിക്ക് ഡൈ ചെയ്യാൻ മടിയായിരുന്ന മടി എനിക്ക് ഭയങ്കര ഇതാണ്. പൗഡർ ക്രീം ഞാൻ ഈ വല്ലപ്പോഴും വല്ലവരൊക്കെ പറഞ്ഞ് സ്റ്റേജിൽ ഭയങ്കര നരച്ച് മുത്തപ്പനായിരിക്കണ്ടല്ലോ പറയുമ്പോ മറ്റേ ഷാമ്പു ഡൈ ഇല്ലേ അത് മേടിച്ചിട്ട് പറഞ്ഞിട്ട് ഒരു സാധനം ചെയ്യും. അത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് മുടിക്കും ഭയങ്കര പൊട്ടയായിട്ടുള്ള പോലെ തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് അത് ഉണങ്ങിപ്പോവും. അത് ഫെയ്ഡായി പോകുമ്പോ തന്നെ മുടി ഭയങ്കര ചകിരി പോലെ. അലക്സിനല്ലേ ഇതേപോലത്തെ ഒരു ഡൈ പർപ്പിൾ കളർ? അല്ല എനിക്ക് കളർ അടിച്ച് നോക്കണമെന്നുണ്ട്. ചിലപ്പോ ഞാൻ കളർ അടിക്കും. ഈ വെള്ള ഫുൾ അങ്ങോട്ട് ഒരു പച്ചയോ സൂപ്പർ ആയിരിക്കും അല്ലേ? പച്ച അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കളർ അടിച്ചാലും ചോപ്പോ അതായത് നമ്മുടെ മറ്റേ സ്വർണ്ണം അടിച്ചാൽ മറ്റേ പട്ടിയെ പോലെ ഇരിക്കും അല്ലേ? മൈലാഞ്ചി കിട്ടും. മറ്റേ മൈലാഞ്ചിക്ക് ഇഷ്ടമല്ല. ഗോൾഡൻ റിട്രീവർ അല്ല മറ്റേ കണ്ണ് കാണാത്ത പട്ടിയാണ്. ഫ്ലവർ അല്ല ഫ്രണ്ട്സിന്റെ ഒരു എപ്പിസോഡിൽ വരും ആ പട്ടി ഫീബി. ഷിറ്റ്സു അല്ല ചെറിയ പട്ടി ഇങ്ങനെ മുടി ഇങ്ങനെ ഇരിക്കും. ഷിറ്റ്സു തന്നെ ചെറിയ പട്ടി. റിൻഷാദ് ബ്യൂട്ടി കെയർ എന്ന പേരിൽ അല്ലെ ബോഡി കെയർ എന്ന പേരിൽ എന്താ ചെയ്യുന്നത്? ഞാൻ ഒരു സമയത്ത് നന്നായിട്ട് ചെയ്യുമായിരുന്നു. പിന്നീട് ഞാൻ വിട്ടു. പണ്ട് ഞാൻ ആദ്യത്തെ കോളേജിൽ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും മീറ്റ് ചെയ്യുമ്പോൾ റിൻഷാദ് ഫിറ്റ്നസ് ഫ്രീക്ക് ആയിരുന്നു. റിൻഷാദിന് നല്ല ആപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ഫിറ്റ്നസ് ഫ്രീക്ക് ആയിട്ട് ഞാൻ ആകെ കണ്ടിട്ടുള്ള 2 ആൾക്കാർ, ഒന്ന് അലക്സും ഒന്ന് റിൻഷാദുമാണ്. ഈ 2023 ഞാൻ കാണുമ്പോൾ റിൻഷാദ് ഫിറ്റ്നസ് ഫ്രീക്ക് ആയത്. റിൻഷാദ് ഒറ്റ മറ്റേ അതിന്റെ പേര് സ്കിപ്പിംഗ് വെച്ച് 500 അടിക്കുമായിരുന്നു ഇവന് പോയി നിന്നിട്ട്. പക്ഷേ അത് തീർന്നു, അതോടെ തീർന്നു. 2 മാസം എനിക്കിങ്ങനെ വല്ലാണ്ട് വർക്കൗട്ട് ചെയ്യുന്നവരോട് ചെയ്യാൻ പോകുന്നത് ഇഷ്ടമല്ല. ഞാൻ വല്ലാണ്ട് വർക്കൗട്ട് ചെയ്യുന്നവരോടെ വർക്കൗട്ട് ചെയ്യാൻ പോകാൻ എനിക്ക് ഇഷ്ടമല്ല. എന്റെ കൂടെ ഞാൻ 1-2 പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോ എനിക്ക് അടുത്ത് നമുക്കൊരു വിലയില്ലാത്ത പോലെ തോന്നുന്നു. ഞാൻ എന്റെ സോണിൽ ഞാൻ സൈഡിൽ നിന്നിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ജോൺ അപ്പുറത്തെ ഷോന്റെ കാര്യങ്ങൾ റിൻഷാദ് നവോദയ പഠിച്ചോണ്ടാണ് കുറച്ചുകൂടെ അല്ലേ അവിടെ രാവിലെ അങ്ങനെ ഒരു സൗന്ദര്യമില്ലാത്തവരെടുക്കില്ലേ? അല്ല അവർക്ക് മറ്റേ വർക്കൗട്ട് രാവിലെ 5:30 നമുക്ക് PT ഉണ്ട്. അത് നമ്മള് 6ാം ക്ലാസ് തൊട്ട് 12 വരെ നമ്മള് രാവിലെ 5:30 സമയത്ത് നമ്മൾ ഗ്രൗണ്ടിൽ വേണം. ആ ഒരു ചിട്ട ഉണ്ടായിരുന്നു ആ സമയത്ത്. എന്നിട്ട് നീ പണ്ട് ചെയ്തോണ്ട് സാധനം പറ. ഞാൻ മുഖസൗന്ദര്യത്തിന് വേണ്ടി ഞാൻ മഞ്ഞളൊക്കെ ഇടായിരുന്നു വീട്ടിൽ തന്നെ. ഉമ്മ മറ്റേ കസ്തൂരി മഞ്ഞളൊക്കെ ഉമ്മ ഉണ്ടാക്കും വീട്ടിലെ തൊടിയില്. എന്നിട്ട് അത് ഉണക്കി പൊടിച്ച് എനിക്ക് തരും. അത് ഓറഞ്ച്
തോല് അത് ഉണക്കിയത്. ഉണക്കി അത് പൊടിച്ച് ഉമ്മ ഭയങ്കര എഫേർട്ട് ഇടും. ഉമ്മക്ക് ഇതിനെ എങ്ങനെയെങ്കിലും കാരണം ഇത് വിറ്റ് തലയ്ക്കാനുള്ളതാണ്. തേച്ച് മിനുക്കി എടുക്കണം എന്നുള്ള സാധനം ഉണ്ടല്ലോ. എന്നിട്ട് വേണം ചെറുക്കനെ വർഷങ്ങൾക്ക് ശേഷം വിൽക്കാനുള്ളതല്ലായിരുന്നു. ഇങ്ങനെ വഷളായി പോകുന്നത് അറിഞ്ഞില്ലല്ലോ. പോട്ടെ. എന്നിട്ട് അത് നിർത്തി വിഷമിപ്പിക്കാൻ. അല്ല, അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ഹാബിറ്റ് ഒക്കെ ഞാൻ വിട്ടു. ഒരു സമയമായപ്പോ പിന്നെ അത് കെയർ ചെയ്യാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളൊരു ഫിലോസഫി ഒക്കെ പിടിച്ചു തുടങ്ങി. അല്ല, ആമ്പിള്ളേർ ആരും അങ്ങനെ വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കില്ലല്ലോ. ജനറൽ ആയിട്ട് ഞാൻ ഇവിടെ അത് പക്ഷെ ഒരു പോസിറ്റീവായിട്ട് പറയാനും പറ്റും എനിക്ക് തോന്നുന്നില്ല. അല്ല, നമ്മൾക്ക് അതില് വലിയ കഴിഞ്ഞ ആഴ്ച ഞാനൊരു കല്യാണത്തിന് പോയില്ലായിരുന്നു. എന്റെ കസിനാന്ന് നീ പറഞ്ഞു, പക്ഷെ കസിന്റെ അല്ല, അസിന്റെ കല്യാണത്തിനാണ് പോയത്. അവന്റെ പേരാണ് അസിൻ. കസിന്റെ കല്യാണമല്ല, അല്ല. കസിന്റെ ആണ് കുറച്ച് അവൻ കല്യാണം കഴിച്ച പെൺകൊച്ചിന്റെ പേര് ഷിബി. അപ്പൊ ഞാൻ അസിൻ ഷിബി ആൾക്കാർ കൺഫ്യൂസ് ചെയ്തില്ല ഏതാണ് പെണ്ണത്. എനിക്ക് അസിനാണ് ഷിബി പെണ്ണായിരുന്നു. അപ്പൊ അസിനൊരു കസിനുണ്ട്. അസിന്റെ കസിൻ ചെന്നൈയിലെ കസിൻ ഉണ്ട്, അമീനിക്ക എന്ന പേര്. അമീനിക്ക നമ്മുടെ ചെന്നൈയിലെ അമീനിക്ക ഈ കഥക്കകത്ത് അസിനൊരു കസിൻ അതിനൊരു കസിൻ, അത് ചെന്നൈയില് അമേരിക്ക. അപ്പൊ അമീനിക്ക ഭയങ്കര കുടുംബത്തിലെ കൊടികെട്ടിയ ബാച്ചുലർ 40+. അമീനിക്ക കണ്ട 25-30 ഇൻസ്പിറേഷൻ. അല്ല, ഇതില് രണ്ട് കാര്യമുണ്ട്. ആള് തെരഞ്ഞെടുത്തതോ അതോ ആള് കണ്ട ഭയങ്കര ചോക്ലേറ്റ് സിനിമ ആളാണ്. ഇതെന്റെ കൂട്ടുകാർ ചിലര് ആളുടെ ഇത് വാർഡ്രോബ് ഉണ്ട്. ഞാൻ ഒരു തവണ ചെന്നൈ പോയി ഞാൻ കണ്ടു ഞെട്ടിയിട്ടുണ്ട്. എന്തോ പ്രൊഡക്ട്സാണ്. ഞാൻ നമ്മൾ സാധാരണ പെൺകുട്ടികളെ കളിയാക്കത്തില്ലേ, അതിന്റെ 10 ടൈംസ് ഉണ്ടത്. നിങ്ങൾ വിശ്വസിക്കത്തില്ല, ലിറ്ററലി 10 ടൈംസ്. നമുക്ക് എണ്ണിയെടുത്ത് ഇങ്ങനെ ലെയറായിട്ട് അടിക്കുക. അത്രയും പ്രൊഡക്ട്സ് ഉണ്ട്. പുള്ളി ഭയങ്കര കാര്യമായിട്ട് ഈ ശ്രദ്ധിക്കുന്ന ആളാണ്. പുള്ളി ആ വർക്കൗട്ട് റൊട്ടീന്, അങ്ങനെ ബോഡി റൊട്ടീനൊക്കെ ഭയങ്കര കാര്യമായിട്ട് ശ്രദ്ധിക്കുന്ന. ഞാൻ ഒറ്റ ആണിനെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അത് പക്ഷെ അത് പുള്ളി ചെയ്തല്ലേ പറ്റുള്ളൂ. പുള്ളിക്കാരനൊരു പാർട്ണർ അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ സെക്ഷൽ റിലേഷൻ ഒരു വേറെ ആളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ എപ്പോഴും പുള്ളിക്കാരൻ അപ്പീലിംഗ് ആയിട്ട് കീപ്പ് ചെയ്തോണ്ട് എല്ലാവർക്കും തോന്നുന്നില്ല. പക്ഷേ ഒരു മാരീഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആവും. അതായത് ഇയാൾ എപ്പോഴും നമ്മുടെ കൂടെ നമ്മൾ ഇനി ഇംപ്രസ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളൊരു സ്റ്റേജ് വരില്ലേ. അപ്പൊ നമുക്ക് യു ക്യാൻ ജസ്റ്റ് ലെറ്റ് ഗോ. ഹാബിറ്റ് ഒക്കെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ ഇഷ്ടംപോലെ പ്രഷർ കുറച്ചുകൂടെ കൂടുതൽ. ബാച്ചിലേഴ്സ് നമ്മൾ ചെയ്യാറുണ്ടായിരുന്നോ ചോദിച്ചാൽ നീ ചെയ്യാറുണ്ടായിരുന്നോ ഏത് ഈ വർക്ക്? ഈ പിന്നെ കസ്തൂരി മഞ്ഞളൊക്കെ അരച്ച് ഇത് ഏത് പ്രായത്തിലാണ് കസ്തൂരി മഞ്ഞൾ തേച്ചത്? 5 വയസ്സ്. ഞാൻ പറയട്ടെ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന വെക്കേഷൻ കിട്ടുന്ന സമയത്ത്, ഏത് ക്ലാസ്? പിന്നെ ഇടയ്ക്ക് ഈ കോളേജിലായിരുന്നപ്പോൾ നമ്മള് വെക്കേഷനൊക്കെ വീട്ടിലേക്ക് ചെല്ലില്ലേ, അപ്പോഴൊക്കെ അപ്പോഴും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ചെയ്യായിരുന്നു. നിനക്ക് കല്യാണം കഴിഞ്ഞാൽ നീ തുടങ്ങിയത്? നീ നിന്നിലേക്ക് എന്റെ ബ്യൂട്ടി കെയർ പറയാമല്ലോ. നിന്റെ ബ്യൂട്ടി കെയർ കഴിഞ്ഞായിരുന്നു. ഇപ്പൊ നീ എന്താ ചെയ്യുന്നത്? അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ കാര്യമായിട്ട് ഫേസ് വാഷ് ഇപ്പൊ രാവിലെ എണീറ്റ് ഞാൻ ഫേസ് വാഷ് പോലും ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ വായിച്ചു ബൈ വൺ ഗെറ്റ് വണ്ണിൽ കിട്ടിയപ്പോ ഞാൻ ഒരെണ്ണം മഹാദേവന് വരണം എനിക്കെന്ന് പറഞ്ഞ് എടുത്തു വെച്ചു. സാധനം ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഉണ്ട്. പെട്ടെന്ന് ഒരു ദിവസം ഭയങ്കരമായിട്ട് ഓയിലിട്ട് ഫീൽ അങ്ങനെ തോന്നുന്നു എടുത്ത് കഴുകാനുള്ള സാധനമുണ്ട്. അല്ലാത്തപ്പോ സോപ്പ് ഞാൻ എന്റെ ജീവിതത്തിൽ ഫേസ് വാഷ് വെച്ച് ഇവിടെ വന്ന് കമ്മാലയിലൊക്കെ ഇരിക്കുന്നത് കൂട്ടുകാരികളിൽ ഇരിക്കുന്നത് കാണുമ്പോഴാണ് ഞാൻ ഇത് കൊള്ളാല്ലേ സാധനം ഫേസ് വാഷ് മോഹം കഴുകും. ഇടയ്ക്ക് അനീസിക്ക പുള്ളിക്കാരന്റെ ഡ്രസ്സ് എടുക്കുന്ന ഡ്രസ്സിങ് സെൻസ് പറയുമ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും കുറേയൊക്കെ. കാരണം ഞാൻ നിങ്ങളെക്കാളും കുറച്ച് ബെറ്റർ ആയതുകൊണ്ടാണ് ഈ ഗ്രൂപ്പിൽ ഇരിക്കുമ്പോൾ അങ്ങനെ തോന്നാത്ത. പക്ഷെ എന്റെ വീട്ടിലൊക്കെ ഞാൻ ഒരു കല്യാണത്തിന് പോകുന്ന പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്കൊരു കുർത്ത ഉണ്ടാവും. ആ ഒരു കുർത്ത ചിലപ്പോൾ 2 കല്യാണത്തിന് എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നാറില്ല. എനിക്ക് അങ്ങനെ തോന്നാറില്ല. ഞാൻ എല്ലാ കല്യാണത്തിനും ഒരു കുർത്തയാണ്. കാരണം ഒരു കുർത്തേ ഉള്ളൂ അല്ലേ. എന്റെ ബ്യൂട്ടി കെയർ വീട്ടുകാർക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവൻ ഈ ഒരു സാധനമേ ഉള്ളൂ, ഇവൻ വേറെ ഒന്നും ഇടില്ല. കണ്ട ഒരുമാതിരി മറ്റേ ഈ ഞാൻ ഇത് എയർപോർട്ടിൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലെ യാത്രയ്ക്ക് പോകുമ്പോൾ ഞാൻ വീട്ടിൽ ഇടുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകും. പക്ഷെ എന്റെ ഗേൾ ഫ്രണ്ടിന് അതൊരു ഇഷ്യൂ ആണ്. അതെന്തിനാ ഞാൻ മാറണ? കാരണം എനിക്കറിയാവുന്ന ആരുമില്ല. അത് മാത്രമല്ല ട്രാവലിൽ കംഫർട്ട് ശരിക്കും വീട്ടിൽ നമുക്ക് വാഷ്റൂമിൽ പോകാനും കിടന്നുറങ്ങാൻ. ട്രെയിൻ ആണെങ്കിൽ ഒന്നാമതെ ഫ്ലൈറ്റിനകത്ത് എക്സ്പേസ് ഇല്ല. ഈ ജീൻസും കോപ്പൊക്കെ വലിച്ച് നമ്മള് ഷോർട്സോ അല്ലെങ്കിൽ കൈലിയോ അല്ലെങ്കിൽ മറ്റേ ട്രാക്ക് സൂട്ടോ ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഫ്രീയാ. ഫങ്ഷണൽ ആയിട്ട് നമുക്ക് ഡ്രസ് ചെയ്യാം. അതുപോലെ ഒരു അപ്പീലിംഗ് ആയിട്ട് ഇരിക്കണം എന്നുള്ളൊരു വൈബ് വെച്ചിട്ട് നമുക്ക് ഡ്രസ് ചെയ്തിട്ട് ചിലപ്പോഴൊക്കെ നമുക്ക് ഡ്രസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിട്ടൊക്കെ തോന്നും. നീ എയർപോർട്ടിൽ പോകുമ്പോൾ ഡ്രസ്സപ്പ് ചെയ്തിട്ട് പോകും, ട്രെയിനിലാണെന്നുണ്ടെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് പോകും. അങ്ങനെയാണോ? അതോ ഞാൻ രണ്ടിടത്തും കംഫർട്ടബിൾ ആയിട്ടേ പോകാറുള്ളൂ. ദീപകിന്റെ എയർപോർട്ട് ലുക്ക് ബ്യൂട്ടി എനിക്കിങ്ങനെ ബ്യൂട്ടി കെയർ ഇത് മാത്രമല്ല, ഞാൻ ഫേസ് വാഷ് ഇടയ്ക്ക്. പിന്നെ മുടി വെട്ടുന്നതാണ് ഞാൻ ആകെ ചെയ്യുന്നത്. അതായത് ഞാൻ അല്ല അതാ എനിക്ക് ആ പറയുന്നത് എല്ലാരും ആകെ ചെയ്യുന്ന സാധനം മുടി വെട്ടും. ഇടയ്ക്ക് പോയിട്ടിരിക്കുമ്പോൾ വല്ലാതെ വളർന്നിരിക്കുമ്പോൾ
ഇത് ഇവിടെ പറ്റടിച്ച സ്റ്റൈലിൽ അവരുടെ സ്റ്റൈൽ, അതായത് ആ വെട്ടിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. എനിക്കൊരു സ്റ്റൈലൊന്നുമില്ല, അവനൊരു സ്റ്റൈലുണ്ട്, അവനത് വെട്ടി എനിക്ക് തരും. അപ്പൊ നിങ്ങൾ അവിടെ ചെന്നിരുന്നാല് ഇത് എപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. മുടി വെട്ടാൻ അവിടെ ചെന്നിരിക്കും പുള്ളി എങ്ങനെ വെട്ടണം. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനുള്ള ഒരു ഇത് പരിപാടിയാണ്. കൂടി പോവാണല്ലോ, വെട്ടി ഇത് കേറി പോകണ്ടല്ലോ, പറഞ്ഞാലോ. മിണ്ടാതിരുന്ന് 77% വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴാണ് ഈ മുടിവെട്ട് ഏറ്റവും കിട്ടില്ലാവുന്നത്. അത് കഴിഞ്ഞ് വെട്ടിക്കരുത്. ഒരു ബാർബർ അയാളുടെ 77% വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഈ മുടി ഏറ്റവും സൂപ്പർ. ഇത് കഴിഞ്ഞ് 21 വരെ വെട്ടും, അതിന് മൊത്തം കുളമാകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്കുള്ളത് തന്നെയാ. ഇടയ്ക്ക് സൂപ്പർ സൂപ്പറായിട്ട് വരുന്നുണ്ട്. എനിക്ക് ഒരിക്കലും കാണാൻ പുള്ളി അതോടെ മൊത്തം കുളമാകും. എനിക്ക് ഒരിക്കലും ഈ പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടമുള്ള പോലെ മുടി വെട്ടി കിട്ടാറില്ല. ഞാനപ്പോ ഒരു കുറയ്ക്കണ പോലെ കുറയ്ക്കട്ടെ, ആദ്യമൊക്കെ പറഞ്ഞൊക്കെ നോക്കും. അത് കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോൾ ഇത് വളർന്നതുപോലെയാവും. അത്ര 2 മാസം കഴിയണം നമ്മൾ. നിങ്ങൾ ഇത് മുടി വെട്ടണ ആളുടെ ഹെയർ സ്റ്റൈൽ ജഡ്ജ് ചെയ്യാറുണ്ടോ? ഇല്ല, ഞാൻ ജഡ്ജ് എങ്ങനെയൊക്കെ നമ്മൾ മുടി വെട്ടി വന്നാലും കൂട്ടുകാരന്മാർ ആദ്യം തന്നെ കളിയാക്കും അല്ലേ? ഇല്ല, അത് നമുക്ക് തന്നെ നമുക്ക് ബാർബർ ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ തോന്നുന്നു നല്ലതാണെന്ന്. പക്ഷെ 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് അത് എസ്പെഷ്യലി അവര് മറ്റേ ആ ബ്ലോറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് സെറ്റൊക്കെ ചെയ്ത് തരും. അവിടെ നിന്ന് ഇറങ്ങുമ്പോ മമ്മൂട്ടി പിന്നെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോ വേറെ നിൽക്കും. അത് ഈ പരിപാടി കല്യാണത്തിനൊക്കെ പോകുന്നവര് അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് 3 മണിക്കൂറത്തേക്ക് വെച്ചിട്ടാ പോകുന്നത്. അത്ര അടിപൊളിയായിട്ട് ഫോട്ടോയും വീഡിയോ എടുക്കാൻ വേണ്ടിയാണ്. സിനിമാടന്മാരാണെങ്കിലും ഷോട്ടിന് വേണ്ടിയാണെങ്കിലും സിനിമയ്ക്ക് വേണ്ടിയാണെങ്കിലും കല്യാണത്തിന് വേണ്ടിയാലും അങ്ങനെയാണ് ചെയ്യുന്നത്. നിന്റെ ബ്യൂട്ടി കെയർ അല്ലേ? നിന്റെ ബ്യൂട്ടി കെയർ നീ നേരത്തെ ചാടിക്കറി പറയാൻ പോലെ എന്താണ് നിന്റെ ബ്യൂട്ടി കെയർ? ഫേസ് കെയർ ഈ കളക്റ്റീവിൽ ഏറ്റവും കോസ്മെറ്റിക്കലി ഇംപ്രൂവ് ചെയ്തേക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീപക് മോഹനാണ്. ഭയങ്കര എഫേർട്ട്, ഭയങ്കര എവിഡൻസ്. അത് പറഞ്ഞില്ല നീ കാണാൻ ഇത്തിരി വണ്ണം കുറഞ്ഞ ഒരു 10 കിലോ ഒരു 10 കിലോ കുറഞ്ഞു. 6 കിലോ മൂക്കിന്ന് പോയത് 4 കിലോ കുറച്ച്. എനിക്ക് സെപ്റ്റംബർ 1-ാം തീയതി എന്റെ വെയിറ്റ് 86.6 ആയിരുന്നു. അപ്പൊ ഞാൻ കൊല്ലം കൂടി പറഞ്ഞേക്ക്. ഈ കൊല്ലം അപ്പൊ ഞാനൊരു ജിമ്മിൽ ജോയിൻ ചെയ്തു. ഇപ്പൊ എന്റെ വെയിറ്റ് 77.2 ഉള്ളൂ. പക്ഷെ ആൾക്കാർ മൂക്കിനെ പറ്റി മാത്രമേ സംസാരിക്കുന്നുള്ളൂ, അതല്ലേ ട്രാജഡി. 10 കിലോ കുറച്ചിട്ട് ഒരാള് ചോദിച്ചില്ല, ഒരു 2 ഗ്രാം മൂക്കുമെന്ന് പോയപ്പോ എല്ലാരും ചോദിച്ചു. ഈ അരിക്കച്ചവടം നടത്തുന്ന അല്ല സ്വർണ്ണക്കച്ചവടം നടത്തുന്ന അരിപ്രാഞ്ചിന്ന് എന്ത് ചെയ്താലും പേര് മാറത്തില്ലെന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നു അനീസിക്കയുടെ സ്കിന്നിന്റെ ഒരു രഹസ്യം വലിയ കൂടി കുറച്ച അതിൻ്റെതായ ഒരു ഗ്ലോ വരുന്നു. അതിന്റെ സിഗരറ്റ് വലി എനിക്ക് തോന്നുന്നു സ്കിന്നിന് ഭയങ്കര മോശം ഒരു സാധനമാണ്. അത് മാറുമ്പോ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ചെറിയ ഈ വലിയ സ്കിൻ ഭയങ്കര ഡ്രൈ ആവും. എനിക്ക് തോന്നുന്നു അത് മാറിയത്. പിന്നെ എനിക്ക് തോന്നുന്നു ഡയറ്റും ചെറുതായിട്ട് കൺട്രോൾ ചെയ്താൽ സ്കിൻ കുറച്ചുകൂടെ ബെറ്റർ ആവും. ഭയങ്കര ഓയിലി ഫുഡൊന്നും കഴിക്കാതിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 4 മാസമായിട്ട് കുറച്ച് സ്ട്രിക്റ്റ് ഡയറ്റ് പിടിക്കുന്നുണ്ട്. സ്കിന്നിന് വേണ്ടി, ഓയിലി ബോഡിക്ക് വേണ്ടി. ജനറലി നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു ഗ്ലോ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. വേർപ്പ് നല്ലൊരു സ്കിൻ കെയർ റുട്ടീനാണെന്ന് തോന്നുന്നു. അപ്പം അതിൻ്റെ ഒരു സാധനമുണ്ട്, വർക്കൗട്ട് ചെയ്യുക. നിന്റെ ബ്യൂട്ടി കെയർ എന്താണ്? ബ്യൂട്ടി കെയറാ, ഓക്കെ. അപ്പൊ ഫേസ് വാഷ് ഉണ്ട്. ഇവിടെ ഞങ്ങളുടെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത് ഡർമ ക്ലിനിക്കാണ്. ഫേസ് വാഷ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് വേണമെങ്കിൽ രാവിലെ സൺസ്ക്രീൻ തേക്കണം. അത് കാരണം ഞാൻ ചിലപ്പോൾ പുറത്ത് പോകാറില്ല, ചില സൺസ്ക്രീൻ ഇത്. പിന്നെ ഞാൻ രാത്രി സൺസ്ക്രീൻ ചമ്മുന്ന് തേച്ചിട്ട് വീടിനകത്തിരിക്കും. ഞാനിപ്പോൾ പുതിയതായിട്ട്, അതായത് ഒരാഴ്ചയായിട്ട് ഞാൻ കിടക്കണത് മുമ്പേ റെറ്റിനോൾ എന്ന് പറഞ്ഞൊരു ഫേസ് സിറം ഇവിടെ അപ്ലൈ ചെയ്യും. എന്നിട്ട് മോയ്സ്ചറൈസർ തേക്കും. ഫേസ് വാഷ്, റെറ്റിനോൾ, പിന്നെ മോയ്സ്ചറൈസർ. അതാണ് ബേസിക്കലി മോയ്സ്ചറൈസർ. കാലത്ത് എന്തൊക്കെ ചെയ്തിട്ടും ഇടയ്ക്കിടയ്ക്ക് ലിപ് ബാം. എനിക്ക് ഡ്രൈ സ്കിൻ ആവും. നിനക്ക് ഈ റൊട്ടീൻ നിനക്ക് പറഞ്ഞു തന്നത് നിന്റെ ഗേൾഫ്രണ്ട് ആണ്. അതെ, അതിനു മുമ്പേ ഞാൻ ചെയ്യില്ലായിരുന്നു. അത് ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല. ഞാനാണെങ്കിൽ ഇപ്പൊ പുറത്ത് പോയി സൺസ്ക്രീൻ തെച്ചില്ലെങ്കിൽ എനിക്ക് വഴക്ക് പറയും. എന്നിട്ട് എനിക്ക് റീലൊക്കെ അതുപോലത്തെ റീൽ ഞാൻ കണ്ടിട്ടുണ്ട്. സൺസ്ക്രീൻ ഇല്ലാത്തപ്പോ ഇങ്ങനെയാണ്, സൺസ്ക്രീൻ ഉള്ളപ്പോ ഇങ്ങനെയാണ്. ചെറുതായിട്ടുണ്ട് ബേസിക് ഇതാ. പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു സൺസ്ക്രീനും ഒരു സംഭവം. അത് പക്ഷെ ശരിക്കും പറഞ്ഞാല് നമ്മുടെ നല്ല കളറായിട്ടുള്ള ഒരു ഒബ്സഷൻ ഉള്ളതുകൊണ്ടല്ലേ? ഇല്ല, സൺസ്ക്രീൻ കളറല്ലോ ശരീരത്തിന് ജനറലി നല്ല സാധനമാണ് സൺസ്ക്രീൻ. അത് കാരണം നിനക്ക് ക്യാൻസർ വരാതിരിക്കാൻ, സ്കിൻ ക്യാൻസർ വരാനുള്ള സാധ്യത കുറയാൻ ഗുണങ്ങളുണ്ടോ? ടാൻ ചെയ്യുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ ടാൻ പോവും. പിന്നെ ജനറലി ഇത് നിന്റെ സ്കിന്നിൽ അടിക്കുന്ന മോശമാണല്ലോ
ഫംഗ്ഷനലി നിനക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടോ? കോസ്മെറ്റിക്കലി അല്ല. കൊറേ നാളുകളുണ്ട്. ഇതൊക്കെ ഒരു പ്രായം കഴിയുമ്പോഴാണല്ലോ ഇതൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നത്. സ്കിന്നിൽ പെട്ടെന്ന് ഏജ് ചെയ്യുന്നുള്ള ഒരു സാധനമുണ്ട്. ഓസോൺ പാളി വിള്ളലുള്ളതാണെന്നുണ്ടെങ്കിൽ ക്യാൻസർ. എനിക്ക് സാധനം പറഞ്ഞിട്ടുണ്ട്, ഓസ്ട്രേലിയയിലെ ചില ബീച്ചുകൾ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ സൺബാത്ത് ചെയ്യരുത്, സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അവിടെ സ്കിൻ ക്യാൻസർ ഭയങ്കര കൂടുതലാണ് ഓസ്ട്രേലിയയിൽ. അതിന്റെ നേരെ മുകളില നിങ്ങൾ ന്യൂസിലൻഡിന്റെ ഓസ്ട്രേലിയയുടെ നമ്മുടെ നാട്ടിൽ അങ്ങനെ പ്രശ്നം നമ്മുടെ ഓസ്ട്രേലിയൻ ഷോ തള്ളിപ്പോയത് ഭാഗ്യമായി. കാരണം നവംബർ സമയത്ത് ഭയങ്കര സമ്മറാണ്. കാരണം ദീപക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ക്യാൻസർ ഒന്നും. അല്ല, അത് കാരണം ഞാൻ പറഞ്ഞാണല്ലോ മാറ്റി വെക്കാന്ന്. ഞാൻ പോയ സമയത്തല്ല, ശരിക്കും ഡിലേ ആയി. നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് നവംബർ ഷോ എന്തായിരുന്നു. ഞാൻ പോയ ശരിക്കും തണുപ്പ് സീസണാണ്, അവിടെ മുടിഞ്ഞ തണുപ്പ്. അത് കഴിഞ്ഞ് ഞാൻ അപ്പോൾ ചോദിച്ചപ്പോൾ നവംബറിൽ ഭയങ്കര തണുപ്പായിരിക്കും. നവംബർ തണുപ്പില്ല, നവംബർ സമ്മർ ഡിസംബറിൽ ക്രിസ്മസ് അവരുടെ സമ്മറാണ് ക്രിസ്മസ്. സോ പ്രോഗ്രാം നമ്മുടെ ഓഡിയൻസ് എല്ലാവരും കമന്റ് ചെയ്ത് പറയുന്നത് നമ്മുടെ നവംബർ ഷോ, രമേശ് ചേട്ടനായിട്ടുള്ള ഷോ ഡിലേ ആയിട്ടുണ്ട്. നമ്മുടെ സ്പോൺസേഴ്സും പ്രോഗ്രാംസ് എന്തോ ഇഷ്യൂസ് കാരണം ഡിലേ ആയിട്ടുണ്ട്. നമ്മൾ അവിടെ എത്തുന്നത് പ്രോഗ്രാം ഉടനെ ഡിലേ ആയത്. അതുകൊണ്ട് നിങ്ങൾ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ഉപയോഗിക്കുന്ന കുറയ്ക്കുക. രാജ്യങ്ങൾ റോക്കറ്റ് വിക്ഷേപണം കുറയ്ക്കണം. ഇത് ഇടിച്ചിട്ടാണ് പിന്നെ ഓസോൺ പാളി കടന്നിട്ടല്ലേ റോക്കറ്റ്. നമ്മുടെ ഷോ ഡിലേ ആവാനുള്ള കാരണം ഇലോൺ മസ്ക് ആണ്. അതുകൊണ്ട് റോക്കറ്റ് മേളിലോട്ട് റോക്കറ്റ് വളരെ മോശമാണ്, വളരെ വളരെ മോശം. ഓസോൺ പാളിക്ക് വളരെ മോശമാണ്. അതെ. അപ്പൊ ആൾക്കാർക്ക് നമ്മൾ മനസ്സാ നല്ലത് നോക്കേണ്ടത്. എത്രയൊക്കെ പറഞ്ഞാൽ ശരീരവും സൗന്ദര്യവും ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ മനുഷ്യന്. അത് സെൽഫും, അതായത് ഒരാൾ വിചാരിക്കുമ്പോൾ അവനും അവനെ ഇത് മാറ്റർ ചെയ്യുന്നില്ല ഒരു ഫിലോസഫി ഉണ്ടായിരുന്നെങ്കിലും, പക്ഷെ റീസെന്റ് അല്ലെങ്കിൽ എനിക്ക് വന്നേക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൾക്കാർ നോക്കും. ഇല്ല, എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ലൈൻ, ഞാനിത് ചെയ്യുന്നതിൻ്റെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ ഞാൻ ഭയങ്കര അലമ്പായ ജീവിതമാണ്, അല്ലെങ്കിൽ ഭയങ്കര ഡിസിപ്ലിൻഡ് ജീവിതമാണ്. ഇതിന്റെ നടുക്കില്ല. അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മറ്റേ സോണിലാവും. അപ്പൊ എന്റെ ജീവിതത്തിൽ ജനറലി അലമ്പ് കുറവായിരിക്കും, പണിയെടുക്കുന്ന എക്സ്ട്രീംലി അപ്ഡേറ്റ് ആവും. ഭയങ്കര നന്നാവുമ്പോ അതിന്റെ മറ്ററ്റം ഡെയിലി നിൽക്കാൻ പറ്റുള്ളതാണ്. അതെ അതെ, അതാണ് നമ്മളതിന്റെ ഡെയിലി നിൽക്കണേ, നമ്മളല്ല ഞാൻ. അപ്പൊ എനിക്ക് ഇതൊക്കെ ചെയ്യുമ്പം അതിന്റെ ജനറലി വേറെ കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര ആൾക്കാരോട് ഡീൽ ചെയ്യുന്നതും എല്ലാത്തിലും ഞാൻ ഭയങ്കര ഒരു റിസ്ട്രെയിൻ വരും. അതാണ്. പക്ഷെ പിന്നെ ഈ ഒരു ഡിസ്കഷനിൽ എനിക്ക് റേസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആഗ്രഹമുള്ളത്, നമ്മുടെ ഇന്ത്യക്കാർക്ക് വൈറ്റ് സ്കിന്നിനോടുള്ള ഒരു ഒബ്സഷൻ ഉണ്ട്. എനിക്കില്ല, ജനറലി വൈറ്റിൽ നമുക്ക് എല്ലാവർക്കും ഫെയർ ആയിരിക്കണം എന്നുള്ള ഒരു ഒബ്സഷൻ എപ്പോഴും ഉണ്ട്. പണ്ടേ ഉണ്ട്. അതിനെ കുറയ്ക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പോഴും അതുണ്ട് എന്നുള്ള സത്യമാണ്, നമ്മൾ അംഗീകരിച്ചു. അതുപോലെ മെലിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെലിഞ്ഞവന്മാരെ അങ്ങനെ ബോഡി ഷെയിം ചെയ്യും, തടിച്ചിരിക്കുന്നവരെ മെലിയണമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സാധനം എലിമ്പാന്നും എന്താ വിളിക്കുന്ന ആൾക്കാർ. എനിക്ക് ജനറലി തോന്നിയിട്ടുണ്ട്, നമ്മുടെ ഈ ബോഡി ഫാറ്റ് പെർസെന്റേജ് കുറയും തോറും നമ്മുടെ ഫേസിന്റെ ഫീച്ചേഴ്സ് കുറച്ചുകൂടി ഇതാകുമ്പോൾ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ജിമ്മിൽ പോകുന്നതാണ്. ഞാൻ പറയുന്നത് എല്ലാരും ഗുഡ് ലുക്കിംഗ് ആണ്, പക്ഷെ ജനറലി എല്ലാരും ഗുഡ് ലുക്കിംഗ് ആണ്. ഇല്ല, ഏറ്റവും കോൺഫിഡൻസിന്റെ അത്ര ഒരു ഗുഡ് ലുക്കിംഗ് ഫീച്ചർ വേറെ ഒന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ സാധനത്തിൽ ഗുഡ് ലുക്കിംഗ് ആണെങ്കിൽ അത് ഇപ്പൊ ലാലേട്ടൻ ഭയങ്കര, അതായത് നിങ്ങൾ ഇപ്പൊ ലാലേട്ടൻ എന്ന് വെച്ചാൽ ഭയങ്കര, ഇപ്പൊ നമ്മൾ ലാലേട്ടനെ ബോഡി ഷെയിം ചെയ്യൂലല്ലോ, കാരണം പുള്ളിക്ക് ആ വണ്ണം ഒരു നമുക്കും ഇല്ല, അതായത് നമുക്കൊരു ബ്യൂട്ടി ആയിട്ട് തോന്നുന്നില്ല. ഇപ്പൊ നരസിംഹം ഒന്നും ഒരിക്കലും എനിക്ക് വേറൊരു ലാംഗ്വേജുകാരനെ കണ്ടാൽ അത് സൗന്ദര്യമാണെന്ന് പറയത്തില്ല. അതാ വ്യത്യാസം കിടക്കുന്നത്. ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കണ്ട് പുള്ളി സൗന്ദര്യത്തിന്റെ എപ്പിറ്റമാണ്. പുള്ളി ഇങ്ങനെ മുണ്ടൊക്കെ മുടക്കി മീശ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന വേറെ ആൾക്കാർ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞാൽ അയാൾ സ്ക്രീൻ മൊത്തം കംപ്ലീറ്റ് നമുക്ക് അങ്ങനെ കളിയാക്കലുണ്ടായിരുന്ന സമയത്ത് ഇപ്പോഴും ഉണ്ട്. നല്ല 2-3 ജനറേഷൻ ഒക്കെ പുള്ളിക്കാരൻ ഒരു ഐഡിയൽ മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ലാലേട്ടനാണ് വളരുന്നത്. അല്ലെങ്കിൽ കേരളത്തില് നന്നായില്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു
റീസൺ ഉണ്ട്. Rich ആയി. ഒരു സമയത്ത് റിച്ച് ആണെന്നുള്ള ഒരു സമയത്ത് ഭക്ഷണം കിട്ടുക എന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുള്ള സമയങ്ങൾ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകളിൽ വയറുള്ളവരില്ല, അപ്പൊ അവിടെ ഒരാൾക്കൊരു കൊടവയറുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ കാശുണ്ട്, സത്യം. വീട്ടില് തീറ്റ നെല്ലുണ്ട്, തീറ്റ കിട്ടുന്നുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് കല്യാണങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. തടിയുള്ളവർക്ക് മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഈ ഡെവലപ്ഡ് കൺട്രീസ് ഇപ്പൊ അമേരിക്കയിലൊക്കെ കൂടുതൽ ആൾക്കാർ ഒബേസിറ്റി കാരണമാണ് മരിക്കുന്നത്. അതായത് കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ് മരിക്കുന്നത് റാദർ ദാൻ ഭക്ഷണം കിട്ടാത്തത്. അപ്പൊ അതൊരു ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റർ അല്ലേ? അതായത് അതിനേക്കാൾ അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ കിട്ടുന്ന ചീപ്പായിട്ട് കിട്ടുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ ജങ്ക് ഫുഡാണ്. അതായത് പെട്ടെന്ന് ഫാറ്റിന് ആൾക്കാർ അത് ഇവിടെ ചീപ്പായിട്ട് ഇപ്പൊ അങ്ങനെ ആയിട്ടുണ്ട്. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ട് നമ്മൾ ഭയങ്കര ഈ റിച്ച് ആയിട്ട് ഫുഡ് കപ്പ, കഞ്ഞി, പയറ് അങ്ങനെ സാധനം നമ്മൾ കഴിച്ചാൽ നമ്മൾ മാറി. ഇപ്പൊ എല്ലാവരും ഷവർമയും പിസയും ഇല്ല, ഷവർമയും പിസയും. ഞാൻ പറയാം ജനറലി വണ്ണം കുറയാൻ ഏറ്റവും ബെസ്റ്റ് കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക എന്നുള്ളത്. കപ്പ, അതാണ് കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ കഴിക്കുന്നതാണ് നമ്മുടെ വയറായിട്ട് പറഞ്ഞത്. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ഒരു പഴയ പറഞ്ഞ ജനറേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവര് മെയിൻ ആയിട്ട് കഴിച്ചിരുന്ന സാധനം ഈ കപ്പ, കഞ്ഞി. ഞാൻ പറയാം ഞാൻ പണിയെടുക്കുമായിരുന്നു. നമ്മൾ ഇല്ല, കപ്പ ഉണ്ടാക്കുന്നത് അവര് തന്നെയായിരുന്നു, ഈ കപ്പയ്ക്ക് കളയ്ക്കുന്ന അവര് തന്നെയായിരുന്നു. അപ്പൊ നടക്കുമായിരുന്നു, വണ്ടിയിൽ ഏറ്റവും ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആയിരുന്നു. നമ്മുടെ ഇപ്പൊ ഏറ്റവും ഹെൽത്ത് ഉള്ള സമയമൊന്നുമല്ല പണ്ടത്തെ ഹെൽത്ത് കാലഘട്ടം. ഞാൻ പറയുന്നത് നമ്മുടെ ഗ്രാൻഡ് അസുഖങ്ങളിൽ നിന്നും അത്രയ്ക്ക് പ്രൊട്ടക്റ്റഡ് ആയിരുന്നില്ല, പക്ഷെ ആൾക്കാർ പണിയെടുക്കുമായിരുന്നു. എന്റെ ഗ്രാൻഡ് പേരന്റ്, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ 10 വയസ്സുള്ളപ്പോൾ ആൾ മരിച്ചു. 80s ആൾ 80 വയസ്സുള്ള ആൾ മരിക്കുന്നത്. ആൾ ഞാൻ കാണുമ്പോൾ ആൾ ഹെൽത്തിയാണ്. കാരണം ആൾക്ക് ഗവൺമെന്റ് ജോലിക്കാരനായിരുന്നെങ്കിൽ അത് കഴിഞ്ഞ് കൃഷിയായിരുന്നു പരിപാടി. ഫാദർ കൃഷിക്കാരനാണ്. അപ്പോൾ ഫാദർ ഹെൽത്തിയാണ് കാണുന്നിടത്തോളം. ആൾക്ക് ചില ബാഡ് ഹാബിറ്റ്സിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ സത്യത്തിൽ, അല്ലാതെ വേറെ അസുഖങ്ങളില്ല. പക്ഷെ ആൾ ഹെൽത്തിയാണ്. അപ്പോൾ അവർ വർക്കൗട്ട് ചെയ്യുമായിരുന്നു ഈ പറയുന്ന പോലെ. പക്ഷെ അതിന് മുമ്പൊരു കാലം ഉണ്ടായിരുന്നു, ഈ പറയുന്ന ഹെൽത്തി അല്ലാത്തൊരു കാലം. അതിന് മുമ്പ് ഒരു കാലമുണ്ട്, ഭക്ഷണം കിട്ടാത്ത ആൾക്കാർ മരിച്ചുകൊണ്ടിരുന്ന കാലം, വേട്ടയാടുന്ന അങ്ങനെ കാലം. അപ്പൊ അത് നോക്കണേ, നമ്മുടെ കണ്ണിൽ ആൾക്കാർ കൃഷി ചെയ്ത് ഇങ്ങനെ കഴിച്ച ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് കുറേ ഓർഡർ ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു ഇതുണ്ട്. വീട്ടിൽ നിന്ന് നമ്മൾ എത്ര ചിക്കൻ മറ്റേത് ഇപ്പോൾ ഫ്രൈ എല്ലാം കഴിച്ചാലും നമ്മൾ സ്വിഗ്ഗിയിൽ നിന്ന് കട്ട് ചെയ്താൽ തന്നെ ഒരു വലിയ വ്യത്യാസം ഉണ്ടാകും. കാരണം അവരെന്തോ സാധനം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും വലിയ പ്രശ്നം പ്രൊസസ്ഡ് ഫുഡാണ്. അതായത് പഞ്ചസാര, കൂടുതൽ പ്രൊസസ്ഡ് പാക്കേജ്ഡ് സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതിനേക്കാളും ഹോട്ടലുകളിൽ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ അവർക്ക് എക്കണോമിക്കലായിട്ട് അവർക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് ഉണ്ടാക്കണം. അപ്പൊ അതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് കിടിലം സാധനങ്ങളായിരിക്കില്ല. വീട്ടിൽ കുക്ക് ചെയ്യുന്ന പോലെ. നമ്മുടെ ഫൈനൽ ടേക്ക് ഇതാണ്. അതായത് സൗന്ദര്യം എന്ന് പറയുന്നത് പുറത്ത് തേക്കുന്നതല്ല, അകത്തേക്ക് പോകുന്നതിലാണ്. സൗന്ദര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഇതെന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. ഒരാൾ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുക ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട്. അല്ല, പോയിന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ജനറലി ഒരു കൺവെൻഷനൽ ഗുഡ് ലുക്കിംഗ് ആകണമെങ്കിൽ വണ്ണം കുറഞ്ഞാൽ, അതായത് അതാണ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ കളർ നമ്മുടെ കൺട്രോളിലുള്ളൊരു കാര്യമല്ലല്ലോ. പക്ഷെ നമുക്ക് ജിമ്മിൽ പോയി ഫിറ്റ് ആയാൽ, നമ്മുടെ ഫീച്ചേഴ്സ് കുറച്ചുകൂടെ ഷാർപ്പായാൽ അത് കൺവെൻഷനലി ഗുഡ് ലുക്കിംഗ് ആവും. കാരണം അങ്ങനെയാണല്ലോ ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. ജനറലി മനുഷ്യന്റെ ഒരു ബേസിക് ഇതും അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ. കാരണം കൊടവയറെന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്നത്, അല്ലാതെ ഒരു ഹ്യൂമൻ അങ്ങനെ ആവണമെന്ന് അല്ലേ? അങ്ങനല്ലേ? കുട്ടി ജനിക്കും കൊടവയറില്ലല്ലോ. ഒരു ജിം ബോഡി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാമെന്നുള്ളൊരു ലുക്കാണ് ആ സംഭവം. ആ ബോഡി പറഞ്ഞ ഫീച്ചേഴ്സ് ഡെവലപ്പ് ചെയ്തെടുത്ത എനിക്ക് അടിപൊളിയാവും. ഒരു ടീഷർട്ട് ഒക്കെ ഇട്ട് നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ നമ്മളോട് തന്നെ കോൺഫിഡൻസ് തന്നെ കൂടും. നമ്മുടെ അതാണ് പോയിന്റ്. ഗുഡ് ലുക്സിലല്ല കാര്യം, കോൺഫിഡൻസിലാണ് കാര്യം. എനിക്ക് കോൺഫിഡൻസിന്റെ കാര്യം പറഞ്ഞപ്പോ എന്റെ സ്കൂളിലൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, നവോദയയിലുണ്ടായിരുന്നു. പറഞ്ഞോണ്ടിരുന്ന നമുക്കവിടെ വെള്ളം കിട്ടാനൊക്കെ ഭയങ്കര ക്ഷാമമായിരുന്ന സമയത്ത് എടാ ഒരു മലമേളിലാണ് നമ്മുടെ സ്കൂളിൽ ഇരിക്കുന്നത്. മലമേലെ എന്നിട്ട് നിങ്ങളെല്ലാരും ഒരു വള്ളി ട്രൗസർ ഇട്ടിട്ട് ബക്കറ്റായിട്ട് കാത്തിറങ്ങും. ആ ഈ ഒരു ചെറിയ ഇറ്റിറ്റായിട്ട് വെള്ളം വരുന്ന പൈപ്പ്, അതിന്റെ താഴെ നമ്മളെല്ലാരും പ്രിൻസിപ്പളിന്റെ മുറിയില് ഞങ്ങൾ വേറെ ഇമേജ് ഇറ്റിട്ടായിട്ട് വെള്ളം വീഴുന്ന പൈപ്പ്, കുട്ടികൾ ഇങ്ങനെ ക്യൂ ആയിട്ട് നിന്നിട്ട് വെള്ളം പിടിച്ച് ഇവനൊരു ബക്കറ്റില് വെള്ളം കിട്ടി ഇവൻ കുളിക്കല്ല. പുരുഷന്റെ സൗന്ദര്യം കാലിലാണെന്ന് പറഞ്ഞിട്ട് ഇവൻ അര ബക്കറ്റും കൊണ്ട് ഇവൻ കാലി കഴുകും. എനിക്കറിയില്ല അവനിപ്പോ എന്ത് ചെയ്യണം.
അവൻ പുരുഷനായിരിക്കില്ല. അവരിപ്പോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അത് കൊള്ളാമല്ലോ, പുരുഷന്റെ സൗന്ദര്യം കാലിലാണ്. അവൻ നന്നായിട്ട് ഫുട്ബോൾ കളിക്കായിരുന്നു കേട്ടോ. ശരിക്കും ആണുങ്ങളുടെ സൗന്ദര്യം ജോലൈനാന്നും ഈ പെണ്ണുങ്ങൾ പറയും. മറ്റേ ഇംഗ്ലീഷ് സിനിമാടന്മാരെ കണ്ടിട്ട് ഏറ്റവും അട്രാക്റ്റീവ് പക്ഷെ ജോലൈനാണ്. നമ്മുടെ ക്രിസ് ഹെംസ്വർത്ത് അവന്മാരൊക്കെ ഉണ്ടല്ലോ, ജോലൈൻ ശരിയാക്കും. ജോലൈൻ ഭയങ്കര കിടില. ജോലൻ കിടലാക്കാൻ വേണ്ടി മ്യൂ ചെയ്യണം എന്ന് പറയില്ലേ, നമ്മള് നാക്ക് ഇങ്ങനെ പാലറ്റിലോട്ട് മൗത്തിന്റെ റൂഫിൽ വെച്ചിട്ട് അങ്ങനെ ഒരു പരിപാടി ഇനി അടുത്ത എപ്പിസോഡ് എല്ലാം ചെയ്ത് നോക്കി. അവര് എക്സസൈസ് പോലെ അവസാനം എല്ലാവരും സംയുക്തയുടെ വരും. മ്യൂയിങ് ഒരു തിങ് ആണ്. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം അത് ഭയങ്കര അതൊക്കെ ശ്രദ്ധിക്കുന്നത്. കാരണം അവർ ഇഷ്ടം പോലെ വിദേശ ആൾക്കാരെ കാണുന്ന ആൾക്കാർ കുറെ ഞാൻ ജോലൈൻ ഇനി നടന്ന അങ്ങോട്ടുള്ള നമ്മുടെ ബിയർഡ് ട്രിം ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇരിക്കുന്ന കാരണം നമ്മുടെ കറക്റ്റ് ഫീച്ചേഴ്സ് ഷാർപ്പ് ആവണം. ജോലൈൻ കുറച്ചുകൂടെ ബിയർഡ് ട്രിമ്മിങ്ങിലെ ബേസിക് ഫണ്ടമെന്റൽ ജോലൈൻ നല്ല റിവീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ഞാൻ മിണ്ടാണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഇരിക്കുള്ളൂ. അതല്ലേ സിഗ്മ ഇപ്പോൾ സിഗ്മ എന്തെന്ന് mute സിഗ്മ ഗൈസ് ഇങ്ങനെ ചെയ്യണം. ഏത്? സിഗ്മ ക്രിസ്ത്യൻ ബിരിയാൻ അത് മ്യൂയിങ് ഞാൻ സിഗ്മ കൂടിപ്പോയ ആളാണ്. പക്ഷെ മ്യൂയിങ്ങിന്റെ കുറച്ച് എക്സസൈസസ് ഉണ്ട്. ഇങ്ങനെ വായിലൊരു ബോൾ പോലെ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ ഉറിഞ്ചുക. അതിനുള്ള പ്രത്യേകം ബബിൾ അനീസിന്റെ ജോ ലൈൻ ഭയങ്കര പ്രോമിനന്റ് അത് ഭയങ്കര എലാസ്റ്റിക് ഉള്ള ബബിൾ ഗം അതിന് വേണ്ടിട്ട്. ബബിൾ ഗം. ഇല്ല, മൂക്കിന്റെ സാധനം ചെറുതായിട്ട് എനിക്ക് ഇപ്പൊ കോൺഫിഡൻസ് കുറഞ്ഞു വല്ലതുണ്ട്. ഞാൻ കോൺഷ്യസ് ആവുന്നുണ്ട്. അപ്പൊ ഈ മൂക്ക് ഇങ്ങനെ ഇരിക്കുന്ന കാരണം എനിക്കത് ഒരു അതിന്റെ ആവശ്യമില്ല. സൗന്ദര്യം സത്യം പറഞ്ഞ നിന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത് അറിയില്ലല്ലോ. എന്നാലും എനിക്കാണെങ്കിൽ എന്തോ ഒരു ഒന്നിനും ഈ കൺസെന്റ് ഇല്ലാതെ ചെയ്തതിന്റെ ഒരു സാധനമുണ്ട്, ചെറിയൊരു. നീ എൻക്രോച്ച് ചെയ്യപ്പെട്ടായിരുന്നു. അതെ അതെ നിന്നെ യൂസ് ചെയ്തോ? എനിക്ക് അതെ, എനിക്ക് കൺട്രോൾ ഇല്ലാത്ത പോലെ. അതായത് ഇത് എങ്ങനെ വരും, ഇതെന്താണ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഒരു വിശ്വാസം ബ്രേക്ക് ചെയ്യപ്പെട്ടു. Trust പോയി. ഡോക്ടറിന്റെ പോയി, എല്ലാം പോയി. ഡോക്ടറായിട്ടുള്ളത് നീ നാളെ എങ്ങനെ ടേബിളിൽ പോയി കിടക്കും? റിവ്യൂവിന് നാളെ നീ ആ ഡോക്ടറിന്റെ ടേബിളിൽ എങ്ങനെ പോയി കിടക്കും? 2 weeks കഴിഞ്ഞിട്ട് അയാൾ വേറെടുത്ത് വളവെന്ന് ഞാൻ ശരിയാക്കിയെന്ന് പറഞ്ഞാല ഇയാൾ അനസ്തേഷ്യൽ എന്തൊക്കെ ശരിയാക്കിന്ന് എനിക്ക് അറിഞ്ഞില്ല. അപ്പൊ എനിക്ക് അത് ബേസിക്കലി കോൺഫിഡൻസിന്റെ ഗെയിമാണ്. അതായത് നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് തോന്നുമ്പോൾ അത് തന്നെയാണ് സൗന്ദര്യത്തിന്റെ. അല്ല, എന്തുണ്ടായാലും കോൺഫിഡന്റ് അല്ല. നമ്മൾ നിക്കണേല് ഒരു കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താലും അത് കഴിഞ്ഞിട്ട് സൗന്ദര്യം കാശിന്റെ ഗെയിമാണ് ഈ സൗന്ദര്യം. സത്യം, കാശിന്റെ ഗെയിം. വിരാട് കോഹ്ലിയൊക്കെ പണ്ട് പുള്ളിയുടെ ലുക്കും ഇപ്പൊ ഉള്ള പുള്ളിയുടെ ലുക്കും കാണുമ്പോഴേ ഭയങ്കര വ്യത്യാസം. ഈ കോസ്മെറ്റിക് സർജറി നല്ല പൈസ ഉള്ളതാണ്. ഡോക്ടർമാരുടെ ഇതില് ഏറ്റവും PGക്ക് കിട്ടാൻ സീറ്റിന് ഇതുള്ളത് ഡെർമയാണ്. കിട്ടാൻ പാടുള്ളൂ. എമർജൻസി ഇല്ല, ഭയങ്കര റിസ്ക് ഇല്ല. ഏറ്റവും അല്ല റേഡിയോളജിയിലൊക്കെ താഴെ വരുന്നു. ഇല്ലല്ല. ഇപ്പൊ ഒരു ടേബിളിൽ കിടക്കുന്ന രോഗിയുടെ എന്തൊക്കെ ചെയ്താലും ആരും ഒന്നും പറയത്തില്ല. സത്യം ചോദിക്കാനില്ല. ഇയാള് കറക്റ്റ് ആണോ ചെയ്തത് ഇല്ലയോന്ന് പറയാൻ പറ്റൂലല്ലോ. ഞാൻ ഇത് എന്നിട്ട് ഞാൻ അയാൾ പറയുന്നത് ഇതാണ് ഇപ്പൊ ഭംഗി, പണ്ട് ഭയങ്കര വൃത്തിയായിട്ടായിരുന്നു, ഇപ്പഴാണ് കറക്റ്റ്. ഈ മൂക്കാണ് ഇപ്പൊ ട്രെൻഡിങ്, ഒരു ഇച്ചിരി വളവുള്ള മൂക്ക്. അതാണ് പുള്ളി പറയുന്നത് അല്ലേ. കോസ്മെറ്റിക് സർജറി കഴിഞ്ഞാൽ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊഡക്ട്സ് എല്ലാം ഭയങ്കര കോസ്റ്റ്ലി അല്ലേ? എനിക്ക് തോന്നുന്നു ഇതിന്റെ എല്ലാം കോസ്റ്റ്ലിയാണ്, എല്ലാം ഭയങ്കര കാശുള്ള സാധനം. സത്യം പറഞ്ഞാൽ ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിട്ടും അത് ഈ സെലിബ്രിറ്റീസ് ഒക്കെ ഈ പരിപാടി ചെയ്യുമ്പോൾ നല്ല കാശ് ഇറക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. എന്നിട്ടും ഈ കാണുമ്പോ അല്ല, ഞാൻ ഇപ്പൊ അടുത്ത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഒരു ഈ പറഞ്ഞ കറക്റ്റീവ് സർജറി സാധനം ചെയ്യുന്ന ഒരു ഡോക്ടർ അവരുടെ ഒരു അനുഭവം പറഞ്ഞു. ഈ ബോട്ടോക്സ് ചെയ്യണതിന്റെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവരവരുടെ സെക്കൻഡ് മാരേജ് എന്തോ ഇതിൽ ആ കല്യാണത്തിന്റെ സമയത്ത് അവർക്ക് തോന്നി അവർ ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ ചെയ്യണം ഈ സംഭവം. ഫില്ലേഴ്സ്, ബോട്ടോക്സ് അല്ല ഫില്ലേഴ്സ് ചെയ്യണ സംഭവമല്ലേ ഈ ഇതിങ്ങനെ പ്ലംബി ഇതൊക്കെ ആക്കി നിർത്താന്ന് പറഞ്ഞ സാധനം ഫില്ലേഴ്സ്. അത് ഫില്ലേഴ്സ് വെച്ച് ചെയ്യുന്ന ഇത് ചെയ്യും. അപ്പോൾ അവര് കല്യാണത്തിന്റെ സമയത്ത് സിംഗപ്പൂർ പോയിട്ടാണ് ഈ സാധനം ഏറ്റവും ബെസ്റ്റ് ഏതാന്ന് നോക്കി അവിടെ പോയിട്ട് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. പക്ഷേ ഈ സാധനം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇഞ്ചെക്ട് ചെയ്യുന്ന ആളുടെ കയ്യിലിരിക്കുന്ന കംപ്ലീറ്റ് സാധനം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവർ ഈ സാധനം ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് ആളുടെ കല്യാണ ഫോട്ടോയിൽ ഒരു ഫോട്ടോയിൽ ആൾക്ക് ചിരിക്കാൻ പറ്റണില്ല, ഇങ്ങനെ ഇരിക്കും എല്ലാ ഫോട്ടോയിലും. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് റിലാക്സ് ആവും. ഇത് വരും. കുറച്ച് നാൾ മുമ്പ് ഈ ആലിയ ഭട്ടിനൊക്കെ ഒരു ഇതിൽ പറഞ്ഞു വർത്താനം പറയുമ്പോൾ ഒരു സൈഡിൽ മാത്രം അത് ബോട്ടോക്സിന്റെ. അനുഷ്ക ശർമ്മക്ക് ഉണ്ടായിരുന്നില്ലേ ഒരു ഇങ്ങനെ ഇരിക്കുന്നു ഒരു പോഡ്കാസ്റ്റിനകത്ത് ചെറിയൊരു അഡിക്ഷൻ പോലത്തെ സാധനമാണ്. നമ്മൾ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ
നിർത്താൻ പറ്റും. ചിലരൊക്കെ അങ്ങനെ റീലൊക്കെ കണ്ടിട്ടുണ്ട്, വല്ലാത്തൊരു ലുക്കൊക്കെ ഇട്ടിരിക്കുന്നത്. കാരണം നമുക്ക് തോന്നുന്നു ഇതും കൂടെ അങ്ങ് ശരിയാക്കിയാലോ. ഇപ്പൊ ഏതൊരു ഇൻസ്റ്റാ പേജുകളുണ്ട്, അതായത് ഓരോ ആക്ടേഴ്സിനെ സെലിബ്രിറ്റികൾ എടുത്തിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയും. ഇവര് മറ്റേ പുരുകം ഇത് ചെയ്തിട്ടുണ്ട്, മറ്റേ ഫില്ലേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, പോയിന്റ് ഇതാക്കിയിട്ടുണ്ട്. അതൊന്നും ലീഗൽ ആക്ഷൻ വന്നിട്ട് ചില വീഡിയോസ് ഇതിന് വരുമായിരിക്കില്ല നമ്മുടെ. നമുക്കിത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ലാലേട്ടന്റെയും മഞ്ജു വാര്യരുടെയും അങ്ങനെ അല്ലെന്ന് പറഞ്ഞല്ലോ. അല്ല അങ്ങനെ അല്ലെന്ന് പറഞ്ഞല്ലോ. അല്ല പിന്നെ നമ്മൾ പറയുന്നത് മൊത്തം ഫിക്ഷൻ ആണല്ലോ. അതെ, ഇറ്റ്സ് പ്യുവർ പ്രൊഡക്റ്റ്. നമ്മൾ താഴെ എപ്പോഴും ഒരു ഡിസ്ക്ലൈമർ ഇടാറുണ്ട്. അതാണ് അതിന്റെ ഉണ്ട്. എല്ലാ യൂട്യൂബ് വീഡിയോയുടെ താഴെ നമ്മൾ ഇടാറുണ്ട്. അപ്പൊ ആളുകൾ അവരുടെ നിങ്ങൾ പ്രത്യേകിച്ച് ആണുങ്ങൾ അവരുടെ ഇതുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടെ, അവരുടെ ബ്യൂട്ടി കെയർ. നമ്മൾ പറഞ്ഞല്ലോ ഓരോരുത്തരുടെ ബ്യൂട്ടി. ഇതൊന്നും ആരുടെയും ശരിയും തെറ്റൊന്നുമില്ല. അവരവർക്ക് വേണമെന്ന് തോന്നുന്ന സാധനം ചെയ്യണതിന് ഒരു പട്ടീനെ നോക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കല്ലേ. കഴിഞ്ഞു, ഇനി പറഞ്ഞോ. പോയി. ഇല്ല, വേറെ ആൾക്കാരുടെ ഒപ്പീനിയൻ കെയർ ചെയ്യാതെ പറഞ്ഞോണ്ടിരിക്കുമ്പോ അത് കയറിയാതെ അതിന്റെ ഇടയിൽ കൂടെ. ഇല്ല, വേറെ ആൾക്കാരുടെ ഒപ്പീനിയൻ കെയർ ചെയ്യാതെ കോൺഫിഡൻസോടെ ജീവിക്കുക, അത് തന്നെയാണ് ഏറ്റവും സുഖം. അത് എന്നോട് ഞങ്ങൾക്ക് മൂന്നാൾക്ക് ഇപ്പൊ പറയണം. നീ ബാക്കിയുള്ള പറയാൻ ശ്രദ്ധിക്കണ്ട. ഇത് ഞാൻ ഇവനോട് പറഞ്ഞു, നിന്റെ മൂക്കിന് ഒരു പ്രശ്നമില്ല, വളവില്ല, നേരെയാണ്. ഞാൻ ആശാരി പിടിക്കുന്ന പോലെ കറക്റ്റാന്ന് പറഞ്ഞിട്ട് ലെവലൊക്കെ വെച്ച് നോക്കിയല്ലേ. അപ്പൊ ഇവന് കാശുള്ള എന്റെ കുന്തളിപ്പ്. നീ ഇപ്പൊ എന്തായാലും പോയി, ഇനി റിവ്യൂവിന് മുമ്പ് അയാളെ നേരം അതും ചെയ്തു കൊടുത്ത് അയാൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഇത് നീ ഉള്ളത് വൃത്തിയായിട്ട് ഇല്ല, കൊണ്ടുപോയി. ഇനി ഞാൻ കാശിറക്കി ഞാൻ ചെയ്യൂല. ഇല്ല, എനിക്ക് തോന്നുന്നു ഇത് 2 മാസം കഴിയുമ്പോഴേക്കും ഇത് സ്വെല്ലിംഗ് ഒക്കെ പോയിട്ട് സംഭവം അല്ലെങ്കിൽ 6 മാസം കൊണ്ട് നമുക്ക് ഇത് യൂസ് അപ്പോഴും പ്രേക്ഷകർ ദീപു ചേട്ടൻ സൂപ്പറായി, അടിപൊളി എന്ന് പറയും. അതേ പറഞ്ഞ ദീപകിന്റെ ട്രാൻസ്ഫോർമേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ആൾക്കാര് ഒരു 30ാമത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ 25ാമത്തെ എപ്പിസോഡിൽ എന്നിട്ട് ഈ എപ്പിസോഡിൽ അല്ലെങ്കിൽ ഇതിന് തൊട്ടുമ്പത്തെ എപ്പിസോഡിലൊക്കെ നോക്കുമ്പോൾ ദീപകിന് നടക്കുന്ന മാറ്റം കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ദീപകിന്റെ 2 പടം വെച്ചിട്ട് ബാലരമേല 5 വ്യത്യാസങ്ങൾ എളുപ്പം മൂക്കി തന്നെ ഉണ്ട് 5 വ്യത്യാസം. ആണുങ്ങളുടെ ബ്യൂട്ടി കെയർ കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള ഒരു സാധനമല്ലേ. പണ്ടില്ലല്ലോ, പണ്ട് ആണുങ്ങൾക്കുള്ള പ്രോഡക്റ്റുകൾ കുറവായിരുന്നു, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കുറവായിരുന്നു. പണ്ട് ആൾക്കാരുടെ ഫെയർ ആൻഡ് ലവ്ലി ഉണ്ടായിരുന്നു, റൈറ്റ്? ആണുങ്ങളും ഫെയർ ആൻഡ് ലവ്ലിക്ക് വാങ്ങിച്ച് വലിച്ചു ആണുങ്ങൾക്ക് വേണ്ടി ഒരു ക്രീം ഇറക്കിണ്ടായിരുന്നു, ഷാരൂഖ് ഖാൻ. ഗാർണിയറിന്റെ ഷാരൂഖ് ഖാൻ മോഡലായിട്ട് ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. അത് ഫേസ് വാഷ് അല്ലേ? ക്രീം ഇറങ്ങിണ്ടായിരുന്നു. ജെൻഡർ ഇക്വാലിറ്റിയുടെ ഭാഗമായിട്ടായിരിക്കും ഇതിപ്പോ ഇത്രയും കാര്യമായിട്ട് ആൾക്കാർ ആണുങ്ങൾക്ക് വേണ്ടി വരുന്നത്. കാരണം സത്യത്തിൽ ഇതൊക്കെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ട്സിനെ സെല് ചെയ്യാൻ അത് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ മേടിക്കും എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ശീലം ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഷാറുഖ് ഖാനെ പോലുള്ള ഒരു സെലിബ്രിറ്റി അത് എൻഡോഴ്സ് ചെയ്യണം. മക്കളെ എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഇതാന്ന് പറയും. അത് ഫെയർ ആൻഡ് ബ്യൂട്ടിഫുൾ അല്ലടാ, ഒരു ആണുങ്ങളിൽ വേറൊരു ക്രീം ഉണ്ടായിരുന്നു. പഴയ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാധനം ഫെയർ ആൻഡ് ലവ്ലി ആണ്. അവരുടെ കുറെ ആഡുകൾ ഉണ്ടായിരുന്നു. കറുത്ത കുട്ടി കോൺഫിഡൻസ് കുറയുന്നു. പക്ഷെ ഒരു സമയത്ത് ജെനീലിയാണോ അസിനാണോ ഇങ്ങനെ ഒരു ആഡ്, ക്രിക്കറ്റ് കമന്ററി ആഡ് ഒക്കെ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? പഴയ ആഡ്. ഇന്റർവ്യൂക്ക് കിട്ടാത്തതല്ലേ ഇത് തേച്ച് റോങ്ങാണല്ലേ. ബ്രാൻഡിന്റെ പേര് മാറ്റിയില്ല, ഫെയർ ആൻഡ് ഗ്ലോ നോക്കി. ഫെയർ ആൻഡ് ലവ്ലി അല്ല എന്തായാലും. അല്ല ഫെയർ ഇല്ല, ഫെയർ എടുത്ത് മാറ്റി. അതുപോലത്തെ ആഡൊക്കെ ഇപ്പൊ ഇറക്കി കഴിഞ്ഞാൽ ആൾക്കാർ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറഞ്ഞ് അടിക്കും ബ്രാൻഡിനെ ചുമ്മാ. അതിപ്പോ കാണുന്ന പല സാധനം 10 വർഷം കഴിയുമ്പോൾ വേറൊരു പ്രശ്നം ആൾക്കാർ അടിക്കും. അതൊക്കെ അങ്ങനെ 10 വർഷം കഴിഞ്ഞാൽ ഈ പീരീഡ്സിന് പാഡ് വെക്കുമ്പോ നന്നാവണതൊക്കെ ആൾക്കാരെല്ലാം ഇപ്പൊ പാഡിൽ നിന്നും കപ്പിലോട്ട് മാറി തുടങ്ങിയല്ലോ ആ ഒരു ട്രെൻഡ്. ഞാൻ വഴിക്കാൻ നോക്കോ സംഭാഷണം. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ സൗന്ദര്യത്തെ പറ്റി നിങ്ങൾ കമൻറ്റിൽ ഡിസ്കസ് ചെയ്യൂ. നിങ്ങളുടെ ഹെൽത്ത് കെയർ, ബ്യൂട്ടി കെയർ, ബോഡി കെയർ റൊട്ടീൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ആണുങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ട്, കാരണം അത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അതിൻ്റെ പെർസെൻറ്റേജ് നമുക്കൊന്ന് അറിയാം ഇപ്പോഴത്തെ പിള്ളേരിൽ. ആൻഡ് നമ്മുടെ പോഡ്കാസ്റ്റ് കാണുന്നവരിൽ നിങ്ങളുടെ കമൻറ്റുകൾ നമ്മൾ വായിക്കണം എന്നുള്ള കുറേ പേരുടെ റിക്വസ്റ്റ് പ്രമാണിച്ച് അടുത്ത തവണ നമ്മൾ വീണ്ടും കമൻറ്റുകൾ വായിച്ചു തുടങ്ങുന്നത്. ഇത് 49ാമത്തെ എപ്പിസോഡാണ്. ഓക്കെ, നമ്മൾ 50 എത്താൻ പോവുകയാണ്. 50 ഇടയ്ക്ക് നമ്മൾ പറഞ്ഞ പോലെ 10K അച്ചീവ് ചെയ്ത് നമ്മള് കഴിഞ്ഞ വർഷം ക്രിസ്മസ് ഒക്കെ എപ്പിസോഡ് ചെയ്തല്ലേ. ആക്ച്വലി നമ്മൾ ഇടയ്ക്ക് മിസ്സായി. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അന്ന് കറക്റ്റ് ആയിട്ട് വ്യാഴാഴ്ച അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു. അന്ന് നമ്മൾ എഡിറ്റിംഗ് പ്രശ്നം കൊണ്ട് നമ്മുടെ ഹാർഡ് ഡിസ്ക് അടിച്ചു പോയി. കുറെ പ്രശ്നം ഇടയ്ക്ക് എടുത്തു വെച്ച എപ്പിസോഡൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ പ്രശ്നമായിട്ട് നമ്മൾ കുറച്ച് ആഴ്ചകൾ ഇറങ്ങിയിരുന്നെങ്കിൽ ഇപ്പൊ. അപ്പൊ സ്പോട്ടിഫൈയിൽ ഇത് പോളണ്ടിൽ നിന്ന് കാണുന്ന ആ വിശാല പോർച്ചുഗൽ, ഞാൻ അത് വീണ്ടും അതിന്റെ എടുക്കാം. എത്ര രാജ്യങ്ങളിൽ വിറ്റോക്സ് കേൾക്കുന്നുണ്ട്? മൊത്തം 47 രാജ്യങ്ങളില് ഈ സ്പോട്ടിഫൈയിലുള്ള മാത്രം ഡേറ്റ ഉണ്ട്. സ്പോട്ടിഫൈയിലും ബാക്കി ഒരു 4 സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ മൊത്തം 5 സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ വിറ്റോക്സ് പോകുന്നുണ്ട്. യൂട്യൂബ് കൂട്ടാതെ സ്പോട്ടിഫൈ,
സ്പോട്ടിഫൈ, പിന്നെ എനിക്ക് അതിന്റെ പേരൊന്നും Amazon Music. പിന്നെ ബാക്കി ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ ഞാനൊക്കെ കയറി ലിസ്റ്റ് ഇത് നീ എവിടെ നിനക്കറിയാത്ത സ്ഥലത്ത് എവിടെയൊക്കെ കൊണ്ടുപോയിട്ട് എക്സ്പീരിയൻസിലൊക്കെയാണ്. ഇത് ചിലപ്പോ അവര് കേട്ടർ ചെയ്യുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ വേറെ രാജ്യങ്ങളാണ്. പക്ഷെ അവിടെ ഒരു മലയാളിക്ക് ഇരുന്നത് ചിലപ്പോൾ കേൾക്കുന്നുണ്ടോ? നമ്മുടെ റിലേഷൻഷിപ്പ് ആൻഡ് സെക്സ് ഒക്കെ ചിലപ്പോൾ എക്സ്പീരിയൻസ് കിടപ്പുണ്ടായിരിക്കും അപ്ലോഡ് ചെയ്ത്. അപ്പൊ മല്ലു ബോയ്സ് അങ്ങനെ Gang bang. ഇതിൽ യൂട്യൂബിലുള്ള ഡേറ്റ ഇല്ല, പക്ഷെ അല്ലാതെ സ്പോട്ടിഫൈയിൽ മാത്രം നമുക്ക് 1003 ഫോളോവേഴ്സ് ഇന്നുണ്ട്. 1003 ഫോളോവേഴ്സ്. അപ്പൊ അതില് ഒരാള് പോർച്ചുഗലിൽ നിന്നുണ്ട്. ഒരാളുണ്ട്. ഒരാള് പോർച്ചുഗലിൽ ആ ഡേറ്റ പോർച്ചുഗലിൽ ഒരുപാട് മലയാളികളുണ്ട്. അതിൽ പക്ഷെ ഒരാള് എല്ലാരും കേൾക്കൂലത്. അത് അയാൾ ഒറ്റയ്ക്ക് റൂം അടച്ചിട്ടിരുന്നത് കേൾക്കണം. അയാള് തന്നെ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ആക്റ്റീവ് ആണ്. പുള്ളി ഒരു വീഡിയോ വന്നപ്പോ അതിന്റെ താഴെ പുള്ളി പോർച്ചുഗലിന്റെ ഫ്ലാഗ് ഇനി അവിടെ പെട്ടുപോയിട്ട് രക്ഷപ്പെടാൻ വേണ്ടിട്ട് സിഗ്നൽ വേണ്ടിയതാവും. അപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഫാൻ ആയിരിക്കും, അതായിരിക്കും പുള്ളി പോർച്ചുഗലിന്റെ. അതോ ആയിരിക്കും. അപ്പൊ പോർച്ചുഗലിൽ നിന്നുള്ള ആൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അല്ല, ആള് കാണുന്നുണ്ട്, ആള് കമന്റ് ചെയ്യുന്നത്. ആള് മുൻപ് പോർച്ചുഗൽ ഈ പറഞ്ഞ ടാഗ് ഇട്ട് നേരത്തെ നിങ്ങൾ യൂട്യൂബിനകത്ത്. ഇന്ത്യ അല്ലാതെ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് കാണുകയാണെങ്കിൽ കമന്റ് ഇടുക. അത് നമുക്ക് ഓരോ എപ്പിസോഡിന്റെ അവസാനം വെച്ച് നമുക്ക് ഇത് ഓരോ രാജ്യത്തിലെ ആൾക്കാർ നമുക്ക് ഷൗട്ട് ഔട്ട് കൊടുക്കും. അപ്പൊ ഈ എപ്പിസോഡിൽ പോർച്ചുഗലിൽ നിന്നുള്ള ആളോട് നമ്മൾ നന്ദി പറയുന്നത്. അപ്പോ കാണാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ കാണണമെങ്കിൽ അന്വേഷണം പറയാം. നമ്മുടെ 50th എപ്പിസോഡ് വരുന്നതായിരിക്കും. 50th ലൈവാണ്. 50th ലൈവാണ് നമ്മൾ ചെയ്യുന്നത്. ആ ലൈവ് എപ്പിസോഡ് ലൈവായിട്ട് തന്നെ, ലൈവായിട്ടല്ല, ലൈവിൻ്റെ കട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാനും പറ്റും. സോ നമ്മൾ 50th എപ്പിസോഡ് മുമ്പ് 10K വ്യൂസ് അച്ചീവ് ചെയ്യാൻ നമുക്ക് ആഗ്രഹം ഉണ്ടായി. നമ്മൾ 2-3 എപ്പിസോഡിൽ 4 എപ്പിസോഡായല്ലോ. 10K ക്രോസ് ചെയ്ത് എത്ര എപ്പിസോഡ്? 4 എപ്പിസോഡ് ആയിട്ടില്ലേ? അപർണയുടെ എപ്പിസോഡ്, ഹക്കീമിന്റെ എപ്പിസോഡ്, വെള്ളവടി കഥകള്, കാർത്തിയുടെ എപ്പിസോഡ്, 4 എപ്പിസോഡ് നമ്മൾ 10K വ്യൂസ് ക്രോസ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത നമ്മുടെ മൈൽ സ്റ്റോൺ 10K സബ്സ്ക്രൈബേഴ്സ് ആണ്. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, യൂട്യൂബ് ചാനലിൽ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലുകൾ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട്, അതും ഫോളോ ചെയ്യുക. വാട്സാപ്പിലുണ്ട്, അതിൽ ഫോളോ ചെയ്യുന്നവർക്ക് അതിൽ വാട്സാപ്പ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ അടുത്ത പ്രാവശ്യം നിങ്ങൾ പോഡ്കാസ്റ്റ് കാണുമ്പോൾ പരിപാടി കഴിഞ്ഞിട്ട് 10 മിനിറ്റ് മുമ്പ് നിർത്തിക്കോ, ഇതൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ നെക്സ്റ്റ് എപ്പിസോഡ് വരുന്നവരെ നമുക്ക് ബൈ. സ്റ്റേ ബ്യൂട്ടിഫുൾ. Stay confident, stay beautiful.